So now we are in But guys, this is Zubin from Team Zubinology with our one and only wife. You just finished that sentence, wife. വൈഫിന് പേരില്ലേ? റാനിയ ഹലീമ ഉസ്മാൻ. അപ്പോൾ ഗൈസ് വളരെ വ്യത്യസ്തമായിട്ട് സാധാരണ നമ്മളൊരു യാത്ര പോകുമ്പോൾ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. കസാക്കിസ്ഥാൻ യാത്രയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. യൂഷ്വലി ഞങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് പോയി എല്ലാം അവിടെ നിന്ന് ലൈവായിട്ട് റോ കട്ട്സ് എടുത്ത് എല്ലാം ജോയിൻ ചെയ്ത് 1, 2, 3 വീഡിയോസ് ആയിട്ടാണ് ചെയ്യാറ്. ഇത്തവണ വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ തന്നെ എല്ലാം ആയിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഇവളോട് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണൂർ ഭാഷയും പുറത്തു വരും. പെട്ടെന്ന് തന്നെ മലയാളം കണ്ട മാറിയ അപ്പോൾ ഇവളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ആ ഭാഷ അങ്ങ് പുറത്തു വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണൂർ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ഭാഷയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അതെ, എനിക്ക് പിന്നെ പ്രത്യേകിച്ച് മെനക്കെടണമെന്നില്ല. എനിക്ക് കണ്ണൂർ തലശ്ശേരി ഭാഷ മാത്രമേ അറിയൂ, വേറൊന്നും അറിയില്ല. കാര്യത്തിലേക്ക് കിടക്കാം. ഈയിടെ നമ്മൾ ഈ ഫെബ്രുവരി മാസമാണ് നമ്മൾ വളരെയധികം പ്ലാൻ ചെയ്ത് പിഗ്ഗി ബാങ്ക് ഒക്കെ പൊളിച്ചിട്ട് നമ്മൾ ഡിസംബറിലാണ് ഇവിടെ മെയിൻ വെക്കേഷൻ ഉള്ളത്. ആ സമയത്ത് കുറേ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു ടു വിന്റർ കൺട്രീസ്. അപ്പം അത് കണ്ടേരോ ഞാൻ അങ്ങനത്തെ ട്രാവൽ ഫ്രീക്കല്ല, സുബിക്കാണ് അത് കണ്ടേരോ ട്രിഗർ ആയത്. അപ്പം ഞാൻ പറഞ്ഞ നമുക്ക് ഇവിടെ ഹോട്ടലിൽ സ്റ്റേക്കേഷനോ അങ്ങനെ എന്തെങ്കിലും പോകാന്നേനു എൻ്റെ പ്ലാൻ ഉണ്ടായത്. അപ്പം അത് ഞാൻ ബുക്ക് ചെയ്തേരോ. അത് പിന്നെ വിൻ്റർ എന്ന് വെച്ചാൽ ഇവിടെ സീസണാണ്. അപ്പോൾ സ്റ്റേക്കേഷൻ തന്നെ ഇറ്റ് വാസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. അപ്പോൾ ആ പൈസ കണ്ടത് സുബി പറഞ്ഞത് ഇത് ഈ സ്റ്റേക്കേഷന് പോകുന്നതിനെക്കാട്ടി എന്നാൽ പിന്നെ നമുക്ക് ഈ പൈസയും കൂടി കൂട്ടിയിട്ട് നമുക്ക് ട്രിപ്പ് പോയിക്കൂടെ. എനിക്ക് സുബിൻ്റെ ഒരു ഫ്രണ്ട് ട്രിപ്പ് കസാക്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മളെ ടേസ്റ്റി ലൈഫിൽ ഇഷാം ആ സമയത്ത് കസാക്കിൽ ഫുള്ള് വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു. സ്നോ ഒന്ന് കളിക്കുന്ന, സ്നോ എറിയുന്നതും പിടിക്കുന്ന, സ്നോന്റെ ലവില്ലേ, ട്രെൻഡായ ലവിൻ്റെ ആ ലവ് ആക്കിയിട്ട് ഫോട്ടോ ഇങ്ങനെ എടുക്കുന്ന നമ്മൾ എടുത്തിട്ടില്ല വേറെ. പക്ഷെ അതെല്ലാം കണ്ടിട്ട് ഞാൻ അതിൽ മൂടായിട്ട് ഞാൻ കഷ്ടകാലത്തിന് ഇവളോട് പറഞ്ഞ് നമ്മളെന്തിനാ ഇവിടെ എല്ലാം താമസിക്കാൻ തന്നെ 1500-2000 ദിർഹംസ് ചിലവുണ്ട് 2 ദിവസം. ആ സമയത്ത് പീക്ക് ടൈമാണ്. എന്നാൽ പിന്നെ ഒരു 1000 ദിർഹംസും കൂടി ഇട്ടാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കസാക്ക് പോയിക്കൂടെ എന്ന് എന്തോ എൻ്റെ സമയം മോശം കാരണം എന്നോട് അങ്ങ് പറഞ്ഞതാരോട് വെറുതെ ഇരിക്കുന്ന സിംഹത്തിനെ വിളിച്ച് എണീപ്പിച്ചിട്ട് ലാസ്റ്റ് ബിരിയാണി ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിംഹം ഇവളല്ല, സിംഹം ഞാനാ. കഥയിലേക്ക് പോകണം. അപ്പൊ കസാക്കിസ്ഥാനിലേക്ക് പോവാൻ ഒരു ഫാമിലി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയത് 8 ദിവസത്തെ ട്രിപ്പാണ്. നിങ്ങൾക്കത് 5 ദിവസത്തേക്കും പോവാം. ആ 5 ദിവസം നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, എത്ര ബഡ്ജറ്റ്, കാര്യങ്ങൾ എല്ലാം എന്തൊക്കെ നിങ്ങൾ കാണണം, എന്തൊക്കെ നിങ്ങൾ ആസ്വദിക്കണം, എൻ്റെ സ്റ്റൈലിൽ ഇവിടെ സ്റ്റൈലിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു. അത് നമുക്ക് ആ സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ 3 പേർക്ക്, ഞാനും ഇവളും പിന്നെ എൻ്റെ മോനും, നമ്മൾ 3 പേർക്കും കൂടി ആയത് 3000 ദിർഹംസാണ്. പക്ഷേ അതിനേക്കാളും കുറവിൽ കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് ബാഗേജ് ആഡ് ചെയ്തു. ഒരു ടിക്കറ്റിന്റെ മുകളിൽ ഒരു ടിക്കറ്റിന്റെ കാര്യത്തിൽ നമ്മൾ രണ്ടാളും കുറച്ച് പർട്ടിക്കുലർ ആണ്. വൺ ജാക്കറ്റ് ഡേ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, വൺ ജാക്കറ്റ് ട്രിപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, വൺ ജാക്കറ്റ് എ ഡേ. അപ്പൊ 7 ദിവസം അവിടെ പൂർണ്ണമായിട്ടുള്ളതുകൊണ്ട് 7 ജാക്കറ്റ് വേണം. ശരിയല്ലേ? അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം. പിന്നെ 7 ഔട്ട്ഫിറ്റ്സ് പക്ഷെ പാന്റ് ഏകദേശം സെയിം തന്നെയാണ്. അതിന് നമ്മൾ തുടങ്ങുകയാണ്. ഞാനപ്പോൾ അതിൻ്റെ ടിക്കറ്റ് രണ്ടും കൽപ്പിച്ച് ഞാൻ എവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. വാഷ്റൂമിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് അവിടെ ഇരുന്നതാണ്. അവിടെയാണല്ലോ ഈ മാപ്പിളമാർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അങ്ങനെ സാധനം ബുക്ക് ചെയ്ത് ടിക്കറ്റിന് 350 to 400 ദിർഹംസ് ആയിരുന്നു. 350 ദിർഹംസ് 400 ദിർഹംസ് ആണ് വൺ വേ ഫോർ വിത്തൗട്ട് ലഗേജും കാര്യങ്ങളും. അങ്ങനെ 3 പേർക്കും ബുക്ക് ചെയ്ത്. പക്ഷേ ഞാൻ എക്സ്ട്രാ ലഗേജ് എടുത്ത് 32 കിലോസ് പ്ലസ് 20 ഓൾ ടുഗെദർ 52 കിലോസ് ഞാൻ എക്സ്ട്രാ എടുത്ത്
അതും ഫ്ലെക്സി അല്ല ബുക്ക് ചെയ്ത്, നോർമൽ തന്നെയാണ് ബുക്ക് ചെയ്തത്. സാധാരണ സുബി എപ്പോൾ ഫ്ലെക്സിബിൾ എടുക്കാൻ. അപ്പോൾ അഥവാ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ സുഖയില്ലാണ്ടായിക്കുണ്ടെങ്കിലല്ലോ പൈസ തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളതിൽ. ബിക്കോസ് ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ ബുക്ക് ചെയ്തിട്ട് വി ഹാഡ് ടു ക്യാൻസൽ ഇറ്റ് ആൻഡ് വി ഗോട്ട് ദ റീഫണ്ട്. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ആ ഫ്ലെക്സി ടിക്കറ്റ്സ് വാസ് ലിറ്ററലി ഡബിൾ ദ പ്രൈസ്. അപ്പോൾ അത് ഒറ്റയടിക്ക് ആ എക്സ്പെൻസ് അങ്ങ് ഡബിളാക്കി, ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എക്സ്പെൻസ് മാത്രം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു മതി ഇപ്രാവശ്യം ഇപ്പം എന്തായാലും ആകെ ഒരു 2 മാസം കൂടിയല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം നോർമൽ ടിക്കറ്റ്സ് തന്നെ എടുക്കാം. ഞാൻ ഇവളോട് പറഞ്ഞു ഞാൻ കുറച്ച് ബിസിയാണ്, ബാക്ക് ടു ബാക്ക് ഇഷ്ടംപോലെ വർക്ക്സ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. കുറേ പ്രൊജക്ട്സും എൻ്റെ കൺസൾട്ടൻസി വർക്ക്സും ഷൂട്ട്സും അതുപോലെ സൊറബർ നമ്മുടെ TV ഷോ ഇങ്ങനെയൊക്കെ പല ഷൂട്ട്സ് ഉള്ളതാണ്. എനിക്ക് സമയം കിട്ടുന്നില്ല, എൻ്റെ മൈൻഡാണെങ്കിൽ ഇരിക്കാനും പറ്റുന്നില്ല. യൂഷ്വലി ഞാനാണ് ഐറ്റ്നറി എല്ലാവരുടെയും പോകുമ്പോൾ പ്രിപ്പയർ ചെയ്യല്. ഞാൻ ഇവളോട് പറഞ്ഞു ഇത്തവണ നീ ഐറ്റ്നറി പ്രിപ്പയർ ചെയ്യും, ഐറ്റ്നറി പ്രിപ്പയർ ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഐറ്റ്നറി ഇവള് നല്ല രീതിയിൽ ഒരു ഐറ്റ്നറി ഒരു 7 ദിവസത്തെ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്ത് നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല താമസ സ്ഥലങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഇവളോട് ഞാൻ പറഞ്ഞു വിത്ത് ഓരോ സ്ഥലത്ത് നമ്മൾ പോകുന്ന ഓരോ വില്ലേജിലും ഓരോ സിറ്റിയിലും ഓരോ ഇതിലും എവിടെയാ താമസിക്കേണ്ടതെന്നുള്ള ഐറ്റനറി വരെ ഞാൻ ആക്കി വെച്ച്. ചില ആൾക്കാർ ഇംഗ്ലീഷ് ആയതുകൊണ്ട് റിപ്ലൈ ചെയ്യുന്നില്ലേനു. അപ്പം ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ടിട്ട് കസാക്ക് ലാംഗ്വേജിലാക്കിയിട്ടാണ് കോപ്പി പേസ്റ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് റിപ്ലൈ ആവുന്നില്ല. എത്ര നോക്കിയിട്ട് റിപ്ലൈ. പിന്നെ ചില ടീംസ് എന്ന് വെച്ചാൽ ദേ സെഡ് ഫെബ്രുവരി ആൻഡ് മാർച്ച് അല്ല ഫെബ്രുവരിയിൽ ദേ ആർ ക്ലോസ്ഡ്, മാർച്ചിലാണ് അവർ റീ ഓപ്പൺ ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ് കണ്ടീഷൻ ഇറ്റ്സ് വെരി ഹാർഡ് ടു സ്റ്റേ ദെയർ യുനോ ഓർ ടു ഹാവ് സ്റ്റാഫ് ആൻഡ് എവറിത്തിങ്. സോ ദേ വർ ക്ലോസ്ഡ് ഫോർ ഫെബ്രുവരി. നമ്മൾ പോകുന്ന ഫെബ്രുവരിയിലാണല്ലോ, ഓൾറെഡി ബുക്ക് ചെയ്തല്ലാണ്. ആണെങ്കിൽ അതെല്ലാം കണ്ടിട്ട് എന്തായാലും അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിൽക്കണമെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഇത് ഏതെങ്കിലും ഒരു ട്രാവൽ അവിടുത്തെ ഗൈഡോ പാർട്ട്ണറിനോ ഏൽപ്പിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ലത്. ബിക്കോസ് ഇതിൻ്റെ ബാക്കിൽ കുറേ സമയങ്ങൾ, എനിക്കാണെങ്കിൽ സമയം എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മൾ എന്തിനാ യാത്ര ചെയ്യുന്നത്, എന്തിനാണ് യാത്ര ചെയ്യുന്നത്? ശരി, നമ്മളെല്ലാ ഓപ്ഷൻസും നോക്കി, നമ്മൾ എല്ലാ ഓപ്ഷൻസും നോക്കി, ഫ്രീലാൻസ് ഗൈഡോ ഇതെല്ലാം നമ്മൾ നോക്കി. പക്ഷെ nothing worked out for us properly. അല്ല 2-3 കാര്യങ്ങൾ. ഒന്നാമത് റെന്റ് കാർ ആരെ ഓടിക്കാൻ, നമ്മൾ തന്നെ ഓടിക്കണ്ടേ? കൺട്രീസ് ആയതുകൊണ്ട് സ്നോയിൽ ഡ്രൈവ് ചെയ്യുന്ന ആയതുകൊണ്ട് സ്നോയിൽ ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇറ്റ്സ് ക്വൈറ്റ് ട്രിക്കി. അല്ല എന്നാലും അവിടെ റോഡൊക്കെ ക്ലിയർ ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ മുകളിൽ സ്ട്രെസ്സാണ് നമുക്ക്. എനിക്ക് മനസ്സിലായിരുന്നു, എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. എല്ലാവർക്കും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അവർക്ക് പോയി വണ്ടിയൊക്കെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇതൊക്കെ. എനിക്കെന്ന് വെച്ചാൽ മോനെ എല്ലാത്തിനും നമ്മളിവിടെ ഓൾറെഡി ദുബൈയിൽ ഇഷ്ടംപോലെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഡ്രൈവ് ചെയ്യാത്ത നേരമില്ല, കാലമില്ല, സമയമില്ല, എല്ലാം ഉണ്ട്. സോ അങ്ങനെ നമ്മൾ തീരുമാനിച്ച് ദാറ്റ് വി ബെറ്റർ ടേക്ക് സം ഒരു ഗൈഡോ കാര്യങ്ങളോ നമുക്ക് ഒഫീഷ്യൽ ട്രാവൽ പാർട്ട്നേഴ്സിനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം എങ്ങനെയാണ് നമുക്ക്. അങ്ങനെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത്, നമ്മുടെ ഓൾറെഡി ഐറ്റ്നറി ഉണ്ട്. ഈ ഐറ്റ്നറി നമ്മൾ 2-3 ട്രാവൽ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അയച്ചു കൊടുത്തു. അങ്ങനെ ഒരു നല്ലൊരു ട്രാവൽ നമ്മളിപ്പോൾ ബുക്ക് ചെയ്താൽ നമുക്ക് എത്രയാവും എന്നറിയാം. ഒരു ട്രാവൽ പാർട്ട്ണർ വന്നാൽ അതെന്തായാലും അതിനേക്കാളും ചിലപ്പോൾ കുറയും, അല്ലെങ്കിൽ സെയിം ഇതിൽ തന്നെ ആവാം. പക്ഷെ ഏകദേശം നമുക്ക് ബുക്കിംഗ് എല്ലാം അടക്കം സെയിം നമ്മൾ ഓൺലൈനിൽ നോക്കിയ പോലെ തന്നെ ഏകദേശം ഒരു ഒരു 500 ദിർഹംസ് കൂടുതലാണ് അവർ വന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഫോർ ദ സർവീസ് വൈ നോട്ട്, ഐ വാസ് റെഡി ടു ഗിവ്. അങ്ങനെ റോഡ് ടെയിൽസ് ആയിട്ട് നമ്മൾ അവർ നമുക്കൊരു പാക്കേജ് ഏകദേശം അയച്ചു തന്നെ. ഏകദേശം സെയിം ആണ്. പക്ഷെ ഐറ്റ്നറി കംപ്ലീറ്റ്ലി നമ്മളതാണ്. അവർ തന്ന ഐറ്റ്നറി അല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഐറ്റ്നറി അവരെ കൊണ്ട് റാണി ക്രിയേറ്റ് ചെയ്ത ഐറ്റ്നറി അവരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ചു. അവരുടെ നല്ല അടിപൊളി സർവീസ്, അതിലേക്കൊക്കെ കിടക്കാം. പക്ഷെ നമുക്ക് പോകാം. നമ്മൾ ഡേ 1 ഇപ്പോൾ ഫ്ലൈറ്റോ കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ ഫ്ലൈറ്റൊക്കെ കയറി നമ്മളിവിടെ ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് തുടങ്ങുന്നത് എവിടുന്നാ? കറക്റ്റ് എയർപോർട്ടിൽ നിന്ന് ബാഗേജ് എല്ലാം ഇട്ടി നമ്മൾ അൽമാട്ടി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് കസാക്കിസ്ഥാൻ്റെ ആദ്യ തലസ്ഥാനമായ അൽമാട്ടിയിൽ, ഇപ്പം തലസ്ഥാനം അസ്താനയാണ്, ലാൻഡ് ചെയ്ത്. അൽമാട്ടിയിൽ ലാൻഡ് ചെയ്ത് എക്സിറ്റിൻ്റെ അവിടെ നമ്മൾ എത്തുമ്പോൾ ഒരു കാറ്റ് ഇങ്ങോട്ട് കയറി. ഓർമ്മ എല്ലാ കൺട്രിയിലും നമ്മൾ പോകുമ്പോൾ ഈ എയർപോർട്ടിൻ്റെ ആ ഡോറ് തുറന്നിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആണല്ലോ ആ കൺട്രീൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ബ്രീസിങ് അടിക്കണം. ഇപ്പം ഇവിടെ തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ മറ്റേ ആ തണുത്ത കാറ്റടിച്ച് കിട്ടിയ സുഖം, ആഹാ. എക്സാക്ട്ലി. ഇപ്പോൾ നമ്മൾ തണുപ്പത്ത് നല്ല തണുപ്പും ചൂടത്ത് നല്ല ചൂടുള്ള രാജ്യമാണ് കസാക്കിസ്ഥാൻ. അത് അവരുടെ ആൾക്കാരനെ നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ ആ സമയം എനിക്ക് എപ്പോഴും യാത്ര ചെയ്യാൻ, എനിക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രാജ്യം വിന്റർ കൺട്രീസ് തന്നെയാണ്. സ്നോ ഉണ്ടാകും, വളരെയധികം ഹാപ്പി. ഇത് നമുക്ക് കിട്ടാത്ത സാധനമല്ലേ. ദുബൈയിൽ ചൂടാണ്, അറിയാലോ. സോ അൽമാട്ടിയിലേക്ക് ഇറങ്ങി നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഹോളിഡേ ഇന്നിലേക്കാണ് നമ്മൾ പോയത്.
അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ 150 dirhams to 200 dirhams അവിടെ ഉണ്ട്. ഹോട്ടൽസ് ആണെങ്കിൽ ഇപ്പോഴത്തെ സമയം ഓഫ് പീക്ക് ടൈമിൽ 350 dirhams to 400 dirhams ആണ്. ഓഫ് സീസൺ ടൈം. It's either peak season or off season. Off peak. ഇവിടെ ഞാൻ പുറത്താക്കട്ടെ വീഡിയോ ഒന്ന്. അപ്പോൾ നീ അങ്ങനെ പറയുമ്പോൾ നീ അങ്ങനെ അന്ന ശരിയാക്കുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ശേഷം ശരിയാക്കി. ബിക്കോസ് ഫ്ലോ കട്ട് ചെയ്യുന്നു, എൻ്റെ ഫ്ലോ കട്ട് ചെയ്യുന്നു. ഞാൻ കട്ട് ചെയ്യും. കഷ്ടാടേ. അപ്പോൾ ഈ വീഡിയോ രണ്ടായിട്ടറ്റം കാണിക്കേണ്ട ഒരു ആൾക്കാർക്ക്. അപ്പോൾ നമ്മളിതാ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹോട്ടൽ കേട്ടോ. ഹോട്ടലിൽ നമ്മൾ 4 ദിവസം നമ്മൾ ആ ഹോട്ടലിൽ തന്നെ ഉണ്ടായത്. ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ സ്റ്റേ ദർ. എസ്പെഷ്യലി ഞാൻ ഹോട്ടൽ തിരഞ്ഞെടുക്കുന്ന മെയിൻ ഒരു റീസൺ, നമ്മൾ ആദ്യം ശരിക്കും അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തത് എയർബിഎൻബിയിൽ. ഇവിടെ അപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത്. പക്ഷേ എനിക്കെപ്പോൾ ഒരു അസ്വസ്ഥതയാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. കുറേ ഫാമിലീസിന് എഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ എയർബിഎൻബിയിൽ പോകുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ എൻ്റെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ യാത്ര ചെയ്യൂ, പൈസ ഇല്ലെങ്കിൽ യാത്ര ചെയ്യണ്ട, ഇവിടെ ഇരിക്കുക, പണിയെടുക്കുക. സെയിം തിങ് വിത്ത് മീ. ദാറ്റ്സ് ഓൾ. പൈസ ഉള്ളപ്പോൾ യാത്ര. ട്രാവൽ ഫ്രീക്ക് എന്നൊന്നും നമ്മൾ രണ്ടാളെയും പറയാൻ പറ്റൂല. അല്ല, ട്രാവൽ ഫ്രീ കാണും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്ത പൈസനെ കൊണ്ട് യാത്ര ചെയ്യാനൊന്നും നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഉള്ള പൈസ, അഡ്വാൻസ് പൈസ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ യാത്ര ചെയ്യും. ഇപ്പോഴത്തെ എല്ലാം ഞാൻ ടാബിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ വരുമാനത്തിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന 50% എക്സ്പാറ്റ്സ് ഉള്ളൊരു പോപ്പുലേറ്റഡ് കൺട്രിയാണ് UAE. നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിൾ കണ്ടാണ് 50% ആൾക്കാർ അവരുടെ വരുമാനത്തിനേക്കാളും കൂടുതൽ ചിലവാക്കുക. ഈ ടാബിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഞാനൊരിക്കലും അങ്ങനെ ഒരു സ്ട്രെസ്സ് ഞാൻ ഏറ്റെടുത്തിട്ടില്ല. കാശുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുപോകും. കാശ് അത് അവർക്കും അറിയാം. പൈസ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും. പൈസ ഇല്ലെങ്കിൽ പോവില്ല. പോയിട്ടില്ല. നമ്മൾ ജോർജിയ കഴിഞ്ഞിട്ട് പിന്നെ മോൾഡീവ്സിൽ പോയി. പക്ഷെ മോൾഡീവ്സ് എൻ്റെ ഉപ്പ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ട്രിപ്പായിരുന്നു. ഇറ്റ് വാസ് അവർ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3-4 കൊല്ലം നമ്മൾ എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് 2022-ലാണ്. സിംഗിൾ ട്രിപ്പ്, ഒരു സോളോ ട്രിപ്പ് പോയിരുന്നു ടർക്കിയിൽ. എനിക്ക് ഇവളും സിക്രാനും ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഫാമിലിയെ കൊണ്ടുപോകാനുള്ള വരുമാനം എൻ്റെ അടുത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ സോളോ ട്രിപ്സ് ഞാൻ പോയില്ല, ഞാൻ നിർത്തി. എനിക്ക് ഫാമിലി വേണം എന്നുള്ള ഒരു ഇത് തന്നെ എനിക്കായി. പിന്നെ പൈസ ഉള്ളവരും മാത്രമാണ് ഇതെല്ലാവരോടും എന്ത് പറയാൻ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മൂവിങ് ഓൺ. നമ്മളിപ്പോൾ സിറ്റിയിലേക്ക് എത്തി. നമുക്ക് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, 2ാമത്തെ ദിവസം എടുത്ത് പഠിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ അവിടുന്ന് നേരെ പോയത് അർബാത്ത് സ്ട്രീറ്റിലാണ്. അർബാത്ത് സ്ട്രീറ്റിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ അന്നുണ്ടായ റാഷിൽ അല്ലേ, റാഷിലല്ലേ ഫസ്റ്റ് ഡേ നമുക്ക് വന്നേ. റാഷിലാണ് എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ റാഷിലാണ് നമ്മളോട് സജസ്റ്റ് ചെയ്തത്. ഇവിടെ എല്ലാവരും റോട്ടേൽസ്. അപ്പം റാഷിൽ ആണ് നമ്മളോട് പറഞ്ഞത് അവിടുത്തെ ഏറ്റവും നല്ല ഒരു ഭക്ഷണം. പിന്നെ എൻ്റെ പ്രൊഫൈൽ കണ്ടിട്ടൊരു ഫുഡ് ബ്ലോഗറാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവന് കുറച്ച് ടെൻഷൻ കയറിയിട്ട് പിന്നെ അവനെ ഒന്നും പറഞ്ഞില്ല, അള്ളാഹുമ്മ സല്ലി എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളെ കൊണ്ടുപോയി ഡുറൂം എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക്. അറബാത്ത് സ്ട്രീറ്റിൻ്റെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഡെഗ്രമാനും ഡുറൂമും. അപ്പം ഡെഗ്രമാനിന്ന് നമ്മള് നമുക്ക് ചായ വേണമെന്ന് പറഞ്ഞാലോ, സുലൈമാനി വേണമെന്ന് പറഞ്ഞാലോ ഡെഗ്രമാനിന്ന് ടെസ്കൻ ടീ, സുലൈമാനി അല്ല ടെസ്കൻ ടീ, ടെസ്കൻ ചായ എന്ന് പറയും. ടെസ്കൻ ചായയും ഇപ്പുറത്ത് നമ്മൾ ഇവിടുന്ന് ടീ മേടിച്ച് ഡിസ്പോസൽ ഗ്ലാസ്സിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഡുറൂമിലടിച്ച് ഇങ്ങനെ അടിപൊളി. ആ ഒരു വിന്ററിന് ആ ഒരു ടെസ്കൻ ചായ, ആ തണുപ്പിൽ ആ ചൂടുള്ള ലൈമും ഓറഞ്ചിന്റെ സ്ലൈസ് ഉണ്ടായി, and mint as well. That chai was the best chai that we had in that whole trip. Because അതാ ഒരു പിന്നെ നമ്മൾ ആ ചായ പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ മൈൻഡിൽ. ഫസ്റ്റ് കുടിക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഇല്ല. സാധാ സുലൈമാനിയാന്ന് വിചാരിച്ചിട്ട് കുടിക്കുമ്പോൾ ആണ് ആ അടിപൊളി ഫീലിംഗ് എനിക്ക് കിട്ടിയത്. അടിപൊളി, സൂപ്പർ, നല്ലൊരു റിഫ്രഷിങ്. ആ ഒരു വിന്റർ നല്ല ചൂടുള്ള ഒരു ലെമൺ ടീ പോലത്തെ ഒരു വേറെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ കുടിച്ചെന്നെ അറിയണം. അതിനുശേഷമാണ് ഡുറൂമിലെ ഡുറൂം സാൻഡ്വിച്ച് നല്ലതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഡബിൾ ചിക്കനും ഡബിൾ മീറ്റും, എനിക്ക് മീറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഇവള് ചിക്കൻ്റെ ആളാണ്, അങ്ങനെ ഡബിൾ ചിക്കനും ഡബിൾ മീറ്റും പറഞ്ഞ് അത് ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഡുറൂമല്ലേ, ദുബായിൽ ഇതൊക്കെ ഉള്ളല്ലേ, ഞാൻ ടർക്കി പോയിട്ട് ഞാൻ കഴിച്ചതല്ലേ. ഇപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അസർബൈജാനിലെ ഒരു ഫുഡ് ട്രെയിൽസ് എന്ന് വെച്ചാൽ ഉസ്ബെക്ക്, അസർബൈജാൻ എന്ന് സെൻട്രൽ ഏഷ്യൻ മറ്റുള്ള കൺട്രീസിൽ നിന്ന് വന്ന ഭക്ഷണങ്ങളാണ്. അല്ലാണ്ട് അവിടുത്തെ ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല.
എല്ലാം വന്ന അങ്ങനെ ഈ ഡുറുമ് കഴിച്ചു. ഡുറുമിൻ്റെ ചിക്കൻ്റെ ഫസ്റ്റുമായിട്ട് എടുത്തപ്പോൾ ഓക്കെ, എനിക്ക് ഭയങ്കര ഇത് തോന്നിയിട്ടൊന്നുമില്ല. അമ്പരിച്ച അയ്യോ ഇതൊക്കെ ഒരു ഇല്ല. പക്ഷെ ഡബിൾ മീറ്റ് വിത്ത് എക്സ്ട്രാ സ്പൈസി സോസ്, യാ മോനെ 2800 ടെങ്കെ ആണ്. 2800 ടെങ്കെ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 20 dirhams അല്ലേ? 15 dirhams. 15 to 20, between 15 to 20 dirhams. 20 dirhams 20 dirhams റേഞ്ചിലാണ്. 20 dirhamsന് അത്രയും നല്ല ഒരു വലിയ ഡുറും സാൻഡ്വിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ദുബായിൽ പോലും കിട്ടാൻ പോകുന്നില്ല. അപ്പം നെക്സ്റ്റ് ഡേ ആണ് പ്രോപ്പർ സിറ്റി ടോറിലേക്ക് നമ്മൾ പോയത്. രാവിലെ എണീറ്റ് നേരെ അവിടുത്തെ ഗ്രീൻ ബസാർ അല്ലെങ്കിൽ സലോമി ബസാർ എന്ന് പറയുന്ന ബസാറിലേക്ക് പോയപ്പോഴാണ് നമ്മൾ നല്ല ഫ്രഷ് അനാർ ജ്യൂസ്, കുറേ നട്ട്സ്, ആപ്രിക്കോട്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ മീറ്റ് തന്നെ ഇല്ല. മീറ്റിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, ഹോഴ്സ് മീറ്റ്, ഷീപ്പ്, എല്ലോ, ബീഫ് എല്ലാം ഉണ്ട് ഒരു സൈഡിൽ. പിന്നെ ഒരു സൈഡിൽ ഫുള്ള് ഫിഷാണ്. അപ്പോൾ അങ്ങനെ വേറെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടാണ് ആ ബസാറിലുള്ളത്. പിന്നെ ഒരു സെക്ഷന് ഫുള്ള് ഡ്രസ്സിൻ്റെ ഉണ്ട്, ഈ വിൻ്റർ വെയർ, അത് ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത്. ഒബ്വിയസ്ലി ലോങ് ലാസ്റ്റിംഗ് സാധനങ്ങളായിരിക്കില്ല, ബട്ട് ഇറ്റ് വാസ് വെരി ഗ്ലവ്സും സ്നോ ഡ്രസ്സസും അങ്ങനത്തെ എല്ലാം അവിടെ അവൈലബിൾ ആണ്. സോ പീപ്പിൾ, if you don't want to buy from here and go, you can go there directly and do your shopping the first day and then go for skiing or അതിനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോവുകയാണ് നമ്മുടെ ആദ്യത്തെ ഒരു ക്യാബിൻ സ്റ്റേ പരിപാടി. അത് നമുക്ക് എത്ര ഒരു 40 minutes ഡ്രൈവാണ്. ഒരു 40 minutes ഡ്രൈവ് ആയുസായി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ആയുസായി അവിടെ 4-5 ഇങ്ങനത്തെ ക്യാബിൻ സ്റ്റേയുടെ സ്ഥലങ്ങളുണ്ട്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്തത് ആയുസായി തോത്താസ് എന്ന് പറഞ്ഞാൽ, പക്ഷെ അതിൻ്റെ പേര് ഇപ്പം അപ്പോൾ ദ റീസൺ വാസ് ഈ തോത്താസിനെ ഞാൻ ഡയറക്ട്ലി അപ്രോച്ച് ചെയ്തതായിരുന്നു. പക്ഷെ നൗ ദേ ഹാവ് റീബ്രാൻഡഡ് ഇറ്റ് ആൻഡ് യുനോ സം അതർ കമ്പനി ഹാസ് ടേക്കൻ ഓവർ സ്റ്റഫ്. സോ ഇപ്പോൾ അതിൻ്റെ പേര് പന ഹോട്ടൽസ് എന്ന് പറഞ്ഞ ഒരു പേരിലാണുള്ളത്. അവിടെയൊക്കെയാണ് നമുക്കിവിടെ ഹോട്ടൽസ് കംപ്ലീറ്റ് ഈ ഒരു നമ്മുടെ തലവേദന ഒഴിവാക്കി തന്നത്. ഇവരെന്നെ അതൊക്കെ അവർക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു വാക്ക് അറിയില്ല. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഡ്രൈവേഴ്സിനായാലും അവിടുത്തെ ആൾക്കാർക്കായാലും ഇംഗ്ലീഷ്. പിന്നെ യൂഷ്വലി ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യല്. ഇപ്പം ഐ ഹാവ് ട്രാവൽ ടു അൽബേനിയ, അർമേനിയ ആൻഡ് ഓൾ കംപ്ലീറ്റ്ലി ഓൺ ദ ബേസിസ് ഓഫ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. പക്ഷേ ഇത് നമ്മൾ പോകുന്നത് കൂടുതലും ഔട്ട്സ്കേർട്സിലാണ്. അവിടെ റേഞ്ചും ഇല്ല, വൈഫൈയും ഇല്ല, ഗൂഗിൾ ട്രാൻസ്ലേറ്റും ഇല്ല, ഒരു മണ്ണാകട്ടുമില്ല. പിന്നെ നമ്മൾ ഈ സിറ്റി ടൂറും കാര്യങ്ങളും ഒക്കെ പോയത് നമ്മുടെ ഈ ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തതും യാൻഡെക്സ് ആപ്പിൽ തന്നെയാണ്. അല്ലാതെ പ്രൈവറ്റ് ടാക്സി വിളിച്ചിട്ടല്ല നമ്മൾ എല്ലാവരുടെയും പോയത്. പ്രൈവറ്റ് ടാക്സി നമ്മൾ യൂസ് ചെയ്ത് ഒൺലി ലോങ് ജേർണീസിന് മാത്രമേ യൂസ് ചെയ്തു. ആയുസായി പ്രൈവറ്റ് ടാക്സി. ഞാൻ അത് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഈ സിറ്റി ടൂറിസ്റ്റിലാണ് ഏറ്റവും ലാഭം, ഏറ്റവും കൺവീനിയന്റ്. മോസ്റ്റ്ലി ഹ്യുണ്ടായി, ചെറി, കിയ എല്ലാം പുതിയ കാസ്, നല്ല വണ്ടികളായിരുന്നു. എല്ലാം നീറ്റാണ്, ഒരു കുഴപ്പമില്ല, നല്ല കംഫർട്ടാണ്. പിന്നെ ആ വെതറും നല്ലതായിരുന്നു എല്ലാം നോക്കുമ്പോൾ. അതേപോലെ നമ്മൾ ക്യാബിൻ സ്റ്റേൻ്റെ ആ ഒരു പുറത്ത് നിന്ന് കണ്ടപ്പോൾ ആ ഒരു വ്യൂ, അടിപൊളി വ്യൂ. പക്ഷേ ഇതിന് ശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാബിൻ ഒരു കാണുന്നില്ലല്ലേ നമുക്ക്. നമ്മൾ വിചാരിച്ചത് ഏടിയോളം ഇപ്പം നമ്മൾ കൊണ്ടുപോകാൻ സത്യം പറഞ്ഞാൽ നല്ല അങ്ങുള്ള, പക്ഷേ അത് അവിടം വരെ കയറി പോണ്ടേ, കയറി ഇറങ്ങണ്ടേ. പക്ഷെ ആ ഒരു ക്യാബിനിലേക്ക് പോകുന്ന വഴികളൊക്കെ ബ്യൂട്ടിഫുൾ അല്ലേ? ചിരി നോക്കിയോളാം. ആ ഒരു ഇഫ് യു ആർ ഗോയിങ് ടു കസാക്കിസ്ഥാൻ, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്യാബിൻ സ്റ്റേ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യണം. അഥവാ നിങ്ങൾക്ക് ആക്സസ് അവരുടെ അടുത്ത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ എപ്പോഴും ഞാൻ അസർബൈജാനിലും ഞാൻ ട്രാവൽ കമ്പനി യൂസ് ചെയ്തതിന്, ഉസ്ബെക്കിസ്ഥാനിലും ട്രാവൽ കമ്പനി യൂസ് ചെയ്തതിന്. അതും എന്താ പറയുക, പിന്നെ നമ്മളുടെ അൽബേനിയ ഇത് ഒറ്റക്ക് സോൾവ് ആയി. ഞാൻ പോകുന്നിടത്തൊക്കെ ഞാൻ യൂസ് ചെയ്യും. ഇവളൊക്കെ ജാടയാണ്, അഹങ്കാരിയാണ്. നമുക്കൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഷോ ആക്കിയിട്ട് പോകണം. എന്നെ കൊണ്ടാവില്ല. എനിക്കെന്ന് വെച്ചാൽ മറ്റുള്ളവർ പണിയെടുക്കാൻ എനിക്ക് എളുപ്പമാക്കി തരാം. യെസ്, എനിക്ക് സ്ട്രെസ്സേ പറ്റില്ല. ഐ വോണ്ട് ടു ചിൽ, ഐ വോണ്ട് ടു എൻജോയ്, ഐ വോണ്ട് ടു വിറ്റ്നസ്. ബട്ട് അഗൈൻ ആദ്യമായിട്ടാണ് ഞാനൊരു ട്രിപ്പ് ഒരു ഫുഡ് കോണ്ടന്റ് കുറഞ്ഞ് സ്ഥലങ്ങൾ കുറച്ച് കൂടുതൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തത്.
പക്ഷെ ലണ്ടൻ നീ ഉണ്ടായിട്ട് എത്ര ഫുഡ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിന് ലണ്ടനിൽ നമ്മൾ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഇല്ലല്ലോ. ഓ മൈ ഗോഡ്. ഓക്കെ, ഇനി നമ്മൾ അവിടെ നമ്മളിങ്ങനെ നടന്നേ, നമ്മൾ ക്യാബിനിലൂടെ ഇങ്ങനെ നമ്മൾ നടന്ന് നല്ല രസം. കുറച്ച് വഴുതൊക്കെ ഉണ്ട്, സ്ലിപ്പാകുന്നുണ്ട്. സ്നോ ബൂട്ട്സ്, സ്നോ കൺട്രി പോകുമ്പോൾ സ്നോ ബൂട്ട്സ് 100%. സ്നോ ബൂട്ട്, സ്നോ പാൻസ്, പിന്നെ തേർമൽസ്. ഇത് മൂന്നും ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ ശരീരത്തിന് ഫുൾ ടൈം ഉണ്ടായിരിക്കണം. പിന്നെ അതിന്റെ മുകളിൽ ഒരു ടീഷർട്ട്, ഒരു ഹെവി ഒരു തിക്ക് ടീഷർട്ടും പിന്നെ ജാക്കറ്റ്, ഇതൊക്കെയാണ്. തേർമൽ സോക്സ് ഓൾസോ, കുറച്ചുകൂടി എളുപ്പമാവും. അപ്പോൾ നമ്മൾ നേരെ ഈ ക്യാബിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കണ്ടു, നല്ല രസമുണ്ടായിട്ട് പൊളി. അങ്ങനെ ഉള്ളി കയറി, വാവ് മാൻ, ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. യു ഹാവ് ടു, ഇഫ് യു ഗോയിങ് ടു കസാഖിസ്ഥാൻ, നിങ്ങൾ 3 days പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത് മിസ്സാക്കരുത്. ഒരു ഡേ നിങ്ങൾ and it's not very far from the city, like closer to the 30 minutes drive from the main city എന്ന് വെച്ചാൽ അത്ര far അല്ലല്ലോ. So and it's not very expensive and all. Okay, 55,000 for tenge പെട്ടെന്ന് പറയുമ്പോൾ അങ്ങ് പേടിച്ചു പോകണ്ട. 55,000 tenge എന്ന് പറയുന്നത് between 350 to 400 dirhams ആണ്. ഓക്കെ, between 300 to 400 dirhams അല്ല, ഫുൾ എപ്പോഴും ഞാൻ ചോദിച്ചു എപ്പോഴും 55,000 for cabin stay with 1 room, 55 on weekdays, 65 for weekends. ഈ സിംഗിൾ റൂം തന്നെ. ഡബിൾ റൂം ആണെങ്കിൽ 75 for weekdays and 95 for weekends. അങ്ങനെയാണ്. വീക്കെൻഡ്സിന് മാത്രം റേറ്റ് മാറുന്നുള്ളൂ, വീക്ക് ഡേയ്സിന് റേറ്റ് കുറച്ച് കുറവാണ്. നമ്മൾ വീക്ക് ഡേ ആണ് പോയത് ശരിക്കും പറഞ്ഞാൽ, വീക്കെൻഡ് അല്ല. നമ്മൾ ട്യൂസ്ഡേ നമ്മൾ പോകുന്നത് താമസിക്കാൻ അവിടെ. അഗൈൻ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊന്ന് വീക്കെൻഡ് അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് പ്ലാൻ ചെയ്യും. എന്നിട്ട് അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് അന്ന് രാത്രി അവിടെ മുകളിലേക്ക് നടന്നു പോയാൽ അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഷോപ്പനിലേക്ക് പോയി നല്ല 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 പ്ലോഫും ടഷ്കൻ ടീയും സാംസയും നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു. ഇവരെ ടഷ്കൻ ടീ ഒഴിക്കാൻ ബോളാ, ചെറിയ ബോളാ. അപ്പൊ ഫസ്റ്റ് നമ്മളെ സൂപ്പ് ബോൾ അല്ലേ, സൂപ്പ് ബോൾ ചെറിയ ക്യൂട്ട് ബോളാണ് അവിടെ സെർവ് ചെയ്യാൻ. അവിടെ നേരെ നമ്മൾ റൂമിലേക്ക് കടന്ന് റിസപ്ഷനിലേക്ക് പോയി. വളരെ സർവീസ് ഫ്രണ്ട്ലി ആൾക്കാർ, ഇംഗ്ലീഷ് ഭയങ്കര കമ്മി അറിയും, പക്ഷെ ഭയങ്കര സർവീസ് ഫ്രണ്ട്ലി. എനിക്ക് എന്തെങ്കിലും സ്നാക്കർ ഇങ്ങനെ വേണം, അവിടെ ഞാൻ നോക്കുമ്പോൾ അങ്ങനത്തെ സ്നാക്കേഴ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് ആപ്പിൾ, കോഫി പൗഡർ ഇതൊക്കെ അവർ എനിക്ക് വെറുതെ തന്നു. എന്നിട്ട് അവിടുത്തെ ഒരു ഓണറാണ് തോന്നുന്നത്, ഓണർ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു രാത്രി വിശക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നു, ഞാൻ രാത്രി ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും, എൻ്റെ അടുത്ത് ഭക്ഷണം ഉണ്ട്, പുലാവ് പോയിട്ട് നിങ്ങളോട് ഓണർ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അല്ലേ, പിന്നെ ഇക്കാക്കൻ്റെ നാവിൻ്റെ ഒരു അതുണ്ട്. അങ്ങനെ ഞാൻ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക്. അപ്പോൾ എൻ്റെ മകനുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്തു, നമ്മുടെ ഒരു സ്ലൈഡ് ചെയ്യുന്ന വലിയൊരു നമുക്ക് ട്യൂബ്സ് ഒക്കെ തന്നു. വി ക്യാൻ ഗോ സ്ലൈഡ്, നൈറ്റ് ഒക്കെ പോയി സ്ലൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തന്നു. പക്ഷെ നൈറ്റ് എന്തായാലും അവനെ കൊണ്ടുപോയിട്ടില്ല. പിന്നെ നമ്മൾ തിരിച്ച് മുകളിലോട്ട് നടന്ന് നമ്മൾക്ക് രാവിലെ നമ്മൾ ഉച്ചക്ക് ചെക്ക് ഔട്ട് ആണല്ലോ, അപ്പോൾ അവർ ദ ട്യൂബ് ഓൾറെഡി രാത്രി തന്നെ നമുക്ക് തന്നു, സോ ദാറ്റ് വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ ദെം ഇൻ ദ മോർണിംഗ് ടു ഓപ്പൺ ഇറ്റ്. അപ്പോൾ ഓൾറെഡി ട്യൂബ് കിട്ടിയോണ്ട് സിക്രാൻ ഹാപ്പി ആയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ പിന്നെ 7 മണിക്ക് ഒരു ഫയർ ക്യാമ്പ് വന്നിട്ട് അത് ബോൺ ഫയർ വന്ന് ഒരു 8:30 മണിയാകുമ്പോൾ കത്തിച്ച് വന്ന് 8:30 മണിക്ക് വന്ന് ബോൺ ഫയർ കത്തിച്ച് അതിനുശേഷം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പോയി സുഖസുന്ദരമായി കിടന്നുറങ്ങി. രാവിലെ നേരത്തെ കിടന്നുറങ്ങി, ഒരു 9 മണിയാകുമ്പോൾ കിടന്നുറങ്ങി. എന്തിനാ രാവിലെ എണീക്കും, ആ വ്യൂ, ആ സൺറൈസ് വ്യൂ ഇട്ടല്ലോ. അങ്ങനെ രാവിലെ ആദ്യം ഇവിടെ എണീച്ച്, എന്നിട്ട് സൺറൈസ് ആ വ്യൂ എല്ലാം എടുത്ത് പിന്നെ ഞാൻ എണീച്ച്, സിക്കാനും എണീച്ച് നമ്മൾ നല്ല അടിപൊളിയായി നടന്നു പോയി. അവിടുത്തെ തറേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ടാരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ടാരി എന്ന് പറഞ്ഞ കുറേ ടൂറിസ്റ്റ് സ്പോട്ടിൽ ആ റെസ്റ്റോറൻറ്റ് ഉണ്ട്. കുറച്ച് ഫൈൻ ഡൈൻ കോൺസെപ്റ്റ് ആണ്, ബട്ട് സ്റ്റിൽ ഫൈൻ ഡൈൻ കോൺസെപ്റ്റ് ആയ പോലും 100-150 ദിറംസിൻ്റെ ഭക്ഷണം 3 ആൾക്ക് സോ സുന്ദര. ഫൈൻ ഡൈൻ കോൺസെപ്റ്റ്, ഫൈൻ ഡൈൻ. ആൻഡ് അവിടെ ശേഷം നമ്മൾ ഒരു 10 മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്തു. 10:30 മണിയാകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട്. നമുക്ക് തലേ ദിവസം ഒരു 2:30-3 മണിക്ക് നിങ്ങൾ അവിടെ പോവുക, അടുത്ത ദിവസം ഒരു 10-10:30 ആകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആണ് ചെക്ക് ചെയ്യുക. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ശരിക്കും നേരെ ഷിംബുലാക്കിലേക്കാണ് പോയത്. ദ പ്ലേസ് ദാറ്റ് യു ഷുഡ് നെവർ മിസ്. ഞാൻ ഒന്ന് എല്ലാവരും കസാഖിസ്ഥാൻ പ്ലാൻ ചെയ്യുന്ന തന്നെ ഫോർ ദ സ്കീ, ദാറ്റ് ഈസ് ഷിംബുലാക്ക്.
ചിംബുലാക്ക് എന്നവർ പറയും. ചിംബുലാക്ക് എന്നാണ് അവർ പറയുന്നത്, ഞാൻ കേട്ടത്. CHI ചിംബുലാക്ക്. അല്ലല്ല, ചിംബുലാക്ക് ഓൾസോ. ഐ ഡോണ്ട് നോ ചിംബുലാക്ക് ഹൗഎവർ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ്. ബട്ട് അവിടെയാണ് ഏറ്റവും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സമയം. അതിനെക്കുറിച്ച് നിങ്ങൾ സമയം തന്നെ കൊടുക്കണം. 12 മണി തൊട്ട് 6 മണിയുള്ള സെഷനാണ് നമ്മൾ, അതിനു വേണ്ടിയാണ് നമ്മൾ പോയത്. സോ 10:30 ആകുമ്പോൾ ഇവിടുന്ന് വിട്ട് സ്ട്രീറ്റ് അവിടെ ഞങ്ങൾ 12 മണിക്ക് എത്തി. 12 മണിക്ക് കയറി സിക്രാനിന് സ്കീ റെന്റൽസ്. പോയിന്റ് ടു ബി നോട്ടഡ്, അഡൾട്ട്സിന് ഈ തെർമൽ ജാക്കറ്റ്സോ സ്കീ ജാക്കറ്റ്സ് ഒക്കെ അവിടെ റെന്റൽസ് ആയിട്ടുണ്ട്. പക്ഷെ കുട്ടികൾക്ക് സ്കീ ഷൂസും ഇത് മാത്രമേ റെന്റൽസ് ഉള്ളൂ. ഔട്ട്ഫിറ്റ് റെന്റൽസ് ആയിട്ടില്ല. സോ യു ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ദി ഔട്ട്ഫിറ്റ്സ് ഫോർ കിഡ്സ്. അഡൽട്ട്സിന് റെന്റലായിട്ട് ഒരു സാധനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ സ്കീ ഇൻ ദ വേൾഡ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു സ്കീ റിസോർട്ട് തന്നെയാണ്. വെരി അഫോർഡബിൾ. ഒരു 90 ദിറംസ് ആണ് 6 മണിക്കൂറത്തെ സെഷൻ ഒരാൾക്ക്. 90 ദിറംസ്. പിന്നെന്ന് വെച്ചാൽ സിക്രാൻ തന്നെ നമ്മൾ പ്രൈവറ്റ് ഇൻസ്ട്രക്ടർ നോക്കിയിട്ട് പ്രൈവറ്റ് ഇൻസ്ട്രക്ടറിന് ഒരു മണിക്കൂറിനാകെ 12,000 10K ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇറ്റ് വാസ് സോൾഡ് ഔട്ട്. കിട്ടൂല. എസ്പെഷ്യലി ഇത് ലാസ്റ്റ് മന്ത് ആയി, ഫെബ്രുവരി ലാസ്റ്റ് മന്ത് ആയി, വിന്റർ സീസൺ, സ്നോ ഏറ്റവും പീക്കിലുള്ള ഒരു സ്നോ സീസൺ ആണ്. അപ്പോൾ അവിടെ ഫുള്ളായിരുന്നേ. ഒരു വീക്ക് ഡേ ഞങ്ങൾ പോയത്, വീക്കെൻഡ് പോലും അവിടെ ഫുള്ളാണ്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ കൂടെ അൻസിൽ ഫ്രം യെസ് അൻസിൽ അന്ന് ഉണ്ടായത്. അൻസിൽ റോഡ് ടെയിൽസ്, റോഡ് ട്രിപ്പ് അല്ല, റോഡ് ടെയിൽസ്. അതെ, അപ്പം ശരി, അൻസിലാണ് അന്ന് ഉണ്ടായത് നമ്മളിവിടെ. എന്ന് വെച്ചാൽ റാഷിലിന്റെ ബ്രദറാണ് അൻസിൽ. അപ്പോൾ അൻസിൽ ഒരു സ്നോ ബോർഡറാണ്, സ്കിയർ അല്ല, സ്നോ ബോർഡ് പ്രൊഫഷൻ, സ്നോ ബോർഡ് പ്രോ ആണ്. അപ്പോൾ ഓൻ സ്നോ ബോർഡിങ് ചെയ്യുന്നതുകൊണ്ട് ഓൻ പറഞ്ഞ പ്രശ്നമില്ല, എനിക്ക് ബേസിക്സ് അറിയാം സ്കീൻ്റെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ബേസിക് അറിയാം, ഞാൻ കാണലുണ്ട് എന്നുള്ളതിൽ സിക്രാനിന് ജസ്റ്റ് ബേസിക്സ് ഓനാന്ന് കാണിച്ചു കൊടുത്തു. നമ്മൾ രണ്ടാളാണെങ്കിൽ ഗൂഗിൾ നോക്കിയിട്ട് ഇങ്ങനെ യൂട്യൂബെല്ലാം നോക്കിയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഓൻ പറഞ്ഞു കൊടുത്തതിൽ സിക്രാൻ അത് വേഗം ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. ദെൻ ഹീ കുഡ് ഡു ഇറ്റ് ബൈ ഹിംസെൽഫ്. യെസ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ. കേബിൾ 5.1 കിലോമീറ്ററാണ് ഈ കേബിൾ കാർ പോകുന്നത്. ആ കേബിൾ കാറിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയാൽ മാത്രമാണ് നമ്മൾ ഈ സെക്ഷനിലേക്ക് എത്തുന്നുള്ളൂ. ആ സെക്ഷൻ നിന്നാണ് ബിഗിനേഴ്സിന്റെ ഫസ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. ആ ബിഗിനേഴ്സിന്റെ ലെവലാണ് സിക്രാൻ പോയത്. അവിടെ നിന്ന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള ലെവലിലേക്ക് പോകാം. പക്ഷെ നമ്മൾ മുകളിലുള്ള ലെവലിലേക്ക് പോയിട്ട് ഭയങ്കര സ്നോ ആയിരുന്നു. പക്ഷെ അത് രസമായിരുന്നു. ഭയങ്കര ഫോഗി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ സ്കീ ചെയ്യാൻ നമ്മൾ ബിഗിനർ ലെവൽ സിക്രാൻ അത് നല്ല സ്പീഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് നമ്മൾ ലെവൽ 2ലേക്ക് സിക്രാന് കൊണ്ടുപോയിട്ടില്ല. ഇല്ല, സ്കീ ഇവിടെ വെച്ചിട്ട് നമ്മൾ വെറുതെ ലെവൽ ആ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ പോയി. ആ മോനെ എന്ത് തണുപ്പേനും ഒന്നും കാണുന്നില്ല, ഫുള്ള് മഞ്ഞേന് നമ്മൾ ഡാൻസ് ആടുന്ന കളിച്ചത് കണ്ടിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി നമ്മൾ ഡാൻസ് കാണുക. നല്ല കഫേസും അവിടെ ഉണ്ട്. പോളുടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, അതുപോലെ ഒന്നും കൂടി ഉണ്ട്. എന്നോട് സജസ്റ്റ് ചെയ്തിരുന്നു പലവരും അവിടുത്തെ ഫുഡ്. പക്ഷെ ഞങ്ങൾക്ക് അത്ര വിശന്നിട്ടൊന്നുമില്ല കഴിക്കാനും. നമ്മൾ പിന്നെ പക്ഷെ അവിടെ 6 മണിയാകുമ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുകയും ചെയ്യണം. നമ്മളെ സെഷൻ അത്ര മണി വരെ ആയിരുന്നു. 6 മണിക്ക് നമ്മൾ ഇറങ്ങി. നമ്മൾ ഈ സ്നോ കണ്ട് അന്തം വിട്ട കുന്തം പോലെ നമുക്ക് അന്നേരം വിശപ്പൊന്നും അറിഞ്ഞിട്ടില്ല. യെസ്, നമ്മൾ തിരിച്ച് നേരെ പോയത് വീണ്ടും നമ്മൾ അൽമാട്ടിയിലെ ഹോളിഡേ ഇന്നിലേക്ക് പോയി. അതിനുശേഷമാണ് നെക്സ്റ്റ് ഡേ നമ്മുടെ ഒരേ പറ നവാത്തില് വെരി ഹംഗ്രി. നമ്മൾ അവിടുന്ന് പുറത്ത് താഴത്ത് ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് നല്ലോണം വിശന്നത്. അപ്പൊ നമ്മള് പോളിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ താഴത്ത് ഇറങ്ങുന്നത്. അപ്പൊ അന്ന് ഭയങ്കര സ്നോ, വെതർ കണ്ടീഷൻസ് വേഴ്സ് ആകാൻ തുടങ്ങിയോണ്ട് പോള് 6 പൂട്ടല്. പക്ഷെ അന്ന് അവരെ നേരത്തെ പൂട്ടി. അപ്പം നമ്മൾ നേരെ നവാത്തിലേക്ക് പോയി. നവാത്ത് നമ്മൾ 2 ദിവസമായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു നവാത്ത്. പക്ഷേ ആ ദിവസം ഒന്നും പോവാതെ ഇന്ന് സമാധാനത്തിൽ പോയി നല്ല ഭക്ഷണം എന്തായാലും കഴിക്കണം. ബിക്കോസ് നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ അസ്താന ട്രിപ്പ്. അപ്പോൾ നമ്മൾ നവാത്ത് പോയി. നവാത്ത് നിന്ന് ദയവ് ചെയ്ത് പുലാവ് കഴിക്കേണ്ട ആവശ്യമില്ല. വളരെ വളരെ ആവറേജ് സാധനമാണ്. അധികം കുക്ക്ഡ് അല്ല. നമ്മൾ മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ ഒന്നും പെട്ടെന്ന് ഇഷ്ടാവില്ല ആ നവാത്തിൻ്റെ ഇത്. ബട്ട് ഷഷ്ലിക്സ്, സൂപ്പ്. അവിടുത്തെ ഒരു നല്ല ഒരു സോസേജ് ഫ്ലേവേർഡ്, ഒരു പെപ്പറോണി ഫ്ലേവേർഡ് സൂപ്പ് ഉണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ എന്തായിരുന്നു ഞാൻ കഴിച്ച പിസ്സ ഓർഡർ ചെയ്ത്, ഇറ്റ് വാസ് ഗുഡ്. ബട്ട് ഷഷ്ലിക്സ് ആ മസ്റ്റ് ട്രൈ മാൻ. നല്ല കബാബ്സ് ആണ്, മീറ്റും അതേപോലെ ചിക്കനും. ലബാഷ് ആ മറ്റേ മാഞ്ചോ
വാങ്ങിച്ചാവാ ആ അവിടെ നൂഡിൽസും അതേപോലെ മറ്റേതും ഉണ്ട്. അങ്ങനത്തെ എല്ലാം ഉണ്ട്. അതിന്റെ പേരെന്തേലും ആ ഡിഷിന്റെ ലബാഷ് കുംപാവ് ചിക്കൻ ഉണ്ട്, മറ്റേ ചില്ലി ചിക്കൻ ഉണ്ട്. പക്ഷെ അത് അങ്ങനത്തെ എല്ലാ പേര് അവര് വേറെ രീതിയിലാണ് അതിന്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, ആ പേരിപ്പം ഞാൻ പറഞ്ഞുതരാം. ലെഗ്മാൻ ചൗമീൻ ഉണ്ട്. അത് നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ. നൂഡിൽസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. സോ അവിടെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നുറങ്ങി. ബിക്കോസ് രാവിലെ എനിക്ക് വളരെ വളരെ വാശി പിടിച്ച് ആ ഐറ്റിനറിയിൽ ആകെ ഒരു സാധനമാണ് മൂപ്പർ ആഡ് ചെയ്ത്, അത് ഇതായിരുന്നു. എന്നിട്ട് ഇത് ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞ് അനക്കിത് എന്തായാലും പോയിരിക്കണം. അല്ല, എന്തിനാ യാത്ര ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ഹൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പല ബ്ലോഗേഴ്സാണോ അവരെന്ത് വിളിക്കണം, ഇൻഫ്ലുവൻസേഴ്സ് എന്നാണോ എനിക്കറിയില്ല. ബട്ട് അഗൈൻ അവർ ബ്ലോഗേഴ്സ് ഓക്കെ, അവർ ഹൈപ്പ് ചെയ്തിരുന്നു ദാറ്റ് ദ ട്രെയിൻ ജേർണി ഫ്രം അസ്താന ടു അൽമാട്ടി ഈസ് വർത്ത് ഇറ്റ്. മിസ്സാവരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഫോർ മീ ഞാൻ തോന്നുന്നു വിൻ്റർ ആയതുകൊണ്ടായിരിക്കും നമ്മൾ വളരെയധികം ഹൈ എക്സ്പെക്റ്റേഷനിൽ കൊണ്ട് അപ്പോൾ എന്തേനും ഞാൻ പറഞ്ഞത് വളരെ ഹൈ എക്സ്പെക്റ്റേഷനിലായിരുന്നു. നല്ല വ്യൂസും സീനറിയും അതും ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ശരിക്കും നമ്മുടെ റോട്ടേൽസിൽ അസീർബൈനെ കൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അതൊരു 16 hours ജേർണി ആയിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് പുള്ളി എന്നോട് പറയുന്നത് അതൊരു 23 hours ജേർണിയാണ്. ഞാൻ തോന്നുന്നു അതെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ടാകും. 16 hours ജേർണിയുടെ ട്രെയിൻ എന്തായാലും ഉണ്ട്. അത് ബുക്ക് ചെയ്യാതെ 23 hours ജേർണിൻ്റെ ഇതായിരുന്നു ബുക്ക് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല. ഇഫ് വി ഹാവ് വെരി ഗുഡ് വ്യൂസ് ആൻഡ് ഓൾ, ബിക്കോസ് നമ്മൾ സ്കോട്ട്ലൻഡിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ട്രെയിനിൽ. ബട്ട് ടു ബി ഫ്രാങ്ക്, അവിടെ കയറിയപ്പോൾ തന്നെ എൻ്റെ മുഖം നിങ്ങൾ കാണണമായിരുന്നു. ഇങ്ങനെ തക്കാളി ഇങ്ങനെ ഉണങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? നല്ല ചോപ്പുള്ള തക്കാളി നല്ല രസമുള്ളതാണ്. ഇത് തക്കാളി ഉണങ്ങിപ്പോയാൽ എങ്ങനെ ഉണ്ടാവും? ലൈറ്റ് അങ്ങനത്തെ ഒരു മുഖം വീർപ്പിച്ചിട്ട് സ്റ്റാർട്ടിങ് തൊട്ടേ അവിടെ ഉണ്ട്. നെഗറ്റീവ് എനർജി സ്റ്റാർട്ടായേ ഓൾറെഡി. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് അവിടുത്തെ പാൻട്രിയും കാര്യങ്ങളും ആദ്യം ഞാൻ ട്രെയിനിൻ്റെ ഉള്ളെല്ലാം ഫുള്ള് നോക്കി. ഓക്കെ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാം ഒരു നല്ല ഒരു സ്ലീപ്പർ ട്രെയിൻ എന്ന് തന്നെ പറയാം. അത് കുഴപ്പമില്ല. പക്ഷേ അവിടെ ഒരു കാറ്റോ കാര്യങ്ങളോ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമ്മളൊരു ബോഗി അല്ല എന്തിനു പറയാൻ, ഒരു ക്യാബിനാണ് നമ്മൾ ബുക്ക് ചെയ്തത്. 4 സീറ്റ് വരുന്ന ക്യാബിനാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. പ്രൈവസി ഉണ്ട്, എല്ലാം ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ലോക്ക് ചെയ്യാൻ പറ്റും. സൗകര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ട്. നമുക്ക് കിടക്കാൻ പറ്റിക്കാൻ നല്ല ഫ്രഷ് ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ അവർ ലോണ്ട്രി ചെയ്ത് വന്ന് ഉള്ള സാധനം തന്നെ നമുക്ക് ഒരു പാക്കറ്റിൽ നമുക്ക് പൊളിച്ചിട്ട് നമുക്കതൊക്കെ യൂസ് ചെയ്യാം. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല. സദേൺ റെയിൽവേസ് പോലെ തന്നെ ഏകദേശം. വലിയ വ്യത്യാസമൊന്നുമില്ല. ഭയങ്കര നാട്ടില്. പക്ഷെ ഡോർ ഉണ്ടാ ക്യാബിനുള്ള സാധനമുണ്ട്. സോ ഒരു യാത്ര ഇങ്ങനെ തുടങ്ങി. യാത്ര ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ആവേശപ്പുറത്ത് ഞാൻ പുറത്ത് നോക്കി. ഫുള്ള് മഞ്ഞ് തന്നെ. മഞ്ഞ് സ്നോ ബിൽഡിങ്ങും എല്ലാം ഒരേപോലെ തന്നെ. മുകളിൽ മഞ്ഞുമായിട്ട് മൂപ്പറ് എന്നോട് പറഞ്ഞ റാണിയ, നീ നല്ല വ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കണേ. ഞാൻ ഉറങ്ങുന്നാന്ന് മറ്റു ഒറ്റ ഉറക്കം കേറിയിട്ടില്ല ട്രെയിനിൽ. ഈനേക്കാക്ക് ട്രെയിനിൽ പോകണമെന്ന് പറഞ്ഞു. എന്തിനാ ഉറങ്ങാന്? അങ്ങനെയല്ല, ഏകദേശം എനിക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഫസ്റ്റത്തെ ഉറക്കം ഉറങ്ങിയിട്ട് മുണ്ടാണ്ടൊക്കെ. ഫസ്റ്റത്തെ ഉറക്കം ഉറങ്ങിയിട്ട് എണീച്ചത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാ. എന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീച്ചിട്ട് കോഫി കുടിച്ച് എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങി. കോഫി കുടിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആരെയും കണ്ടില്ല. കോഫി കുടിച്ച് അപ്പാട് പിന്നെയും കിടന്നു. ഇതിപ്പോ എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു 25 പ്രാവശ്യം പാൻട്രി പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചതും ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ടീയും കോഫിയും ചായയും ഒക്കെ ചൂടുവെള്ളത്തിന്റെ സമാവർ ഒരു കെറ്റിലുണ്ട്. നമുക്ക് എപ്പോ പോയിട്ട് ചൂടുവെള്ളം പോയിട്ട് എപ്പോ ഫുൾ ടൈം. പൊതുവെ എല്ലാ ഹോട്ടലിലും, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വരെ ഈ ലോബിയിലും ഓരോ ഫ്ലോറിന്റെ കോറിഡോറിൽ ദേ ഹാവ് വാട്ടർ. അത് ഹോട്ടൽസിലല്ല, ക്യാബിൻ സ്റ്റേസും നൊമാഡ് സ്റ്റേസിലാണ്. ഐബിസ് ഇസ് എ ബിസിനസ്. അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നീ ഇവിടെ കൊണ്ടുവരരുത് പ്ലീസ്.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആസ്ഥാനയുടെ ട്രിപ്പ് വളരെ നെഗറ്റീവിലായിരുന്നു സ്റ്റാർട്ട് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഒരു വ്യൂസും നമുക്ക് ആസ്ഥാനൻ്റെ എൻഡ് വരെ കിട്ടിയിട്ടില്ല. പാൻട്രിയിൽ നിന്ന് നമുക്ക് എൻ്റെ ആംഗ്യ ഭാഷയിലാണ് ഞാനിങ്ങനെ എന്നൊക്കെ ഇങ്ങനെയൊക്കെയോ പറഞ്ഞ് പാൻട്രിയിൽ നിന്ന് പല സാധനങ്ങളും ഞാനിങ്ങനെ വാങ്ങിച്ച് എല്ലാം ജങ്കായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു നല്ല വസ്തുക്കളും വന്ന് കയറിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് വാഷ്റൂം കണ്ട ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു ഓളെയാണ് ഞാൻ പിടിച്ച് ഇതിൻ്റെ മുമ്പിലിരുത്തിയത്. ഡെഡിക്കേഷന് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ഫുള്ള് നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവിൻ്റെ അങ്ങേ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ ബാൻഡറി ഇതെല്ലാം പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്ത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനമില്ല. നെറ്റ്വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഓൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാണുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഫോൺ കളിക്കുന്നത് ഈലെങ്കിലും ഓൾ ലയിച്ചു പോയിരുന്നു. പക്ഷെ അതും ഇല്ല. പണ്ടാരം പറഞ്ഞോളെ ഇവർ ഏതോ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച സീരീസ് അത് തീരുകയും ചെയ്ത് കഷ്ടം എല്ലാം എൻ്റെ തലയിൽ തന്നെ. അത് തീർന്നുകൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഫ്രണ്ട്സ് കിട്ടുന്നില്ലേനു, എന്താ ചെയ്യാ, ഇതെല്ലാം കൂടിയിട്ട് എനിക്കെതിരെയായി. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ എത്തേണ്ട ടൈം വരെ എങ്ങനെയൊക്കെയോ പിടിച്ചു. എനിക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കരച്ചിലും ദേഷ്യവും എല്ലാം കൂടി ഒരുമിച്ച് വരും. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം കടിച്ച് പിടിച്ച് തന്നെ പറയാൻ പോകും. എൻ്റെ ഒന്നോ കഷ്ടപ്പെട്ട് പിടിച്ച് എങ്ങനെയല്ലോ അവിടെ എത്താൻ എൻ്റെ സമയമായി. നമ്മളവിടെ ലാൻഡ് ചെയ്യുന്നത് 6:03 AM 6 AM ആകുമ്പോൾ വണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു 5 കിലോമീറ്റർ ഇപ്പുറം നിർത്തി വെച്ചു. ആ നിർത്തി വെച്ചത് നമ്മളെല്ലാം ഇട്ട് നമ്മൾ ഓക്കെ ഇനി ഈ മോചനം കിട്ടുന്നുള്ളതിൽ ഡ്രസ്സ് മറ്റേ ജാക്കറ്റും ഇതെല്ലാം പിന്നെ ഇട്ട് ക്യാപ്പ് ഇട്ട് ഗ്ലവ്സ് ഇട്ട് ബാഗ് ഇട്ട് നമ്മൾ ക്യാബിന് പുറത്തിറങ്ങി മറ്റേ എന്താ പാസേജിൽ അവിടെ നിൽക്കുമ്പോൾ 6:10 നമ്മൾ എത്തണ്ടേ. 5:50 ട്രെയിന് ആസ് ഇൻ എവിടെ നമ്മൾ നിൽക്കുന്നത് ഇറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ദെയർ ആൻഡ് വി വർ ലൈക്ക് ഇതെന്താ ട്രെയിനിൽ നിന്ന്. അപ്പോൾ നമ്മൾ വെച്ച് എന്തെങ്കിലും മറ്റു ട്രെയിനിൽ പോകാനോ അങ്ങനെയെല്ലാം നിർത്തലുണ്ടല്ലോ. ആ നിർത്തല് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ നിന്നാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായത് 3 മണിക്കൂർ ഇതിന്റെ മുകളിൽ അതും കൂടി കഴിഞ്ഞ് നമ്മൾ ആസ്ഥാനയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വാസ് എ വെരി ഗുഡ്. -17 ആയിരുന്നു അവന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പാടോ ഒരു വൈറ്റ് സ്നോ ഇല്ല, പ്യോർ വൈറ്റ് സ്നോ. നമ്മൾ ആസ്ഥാനയിലേക്ക് എന്തിനാ പോയെന്ന് വെച്ചാൽ ആസ്ഥാനന്റെ ഗ്രാൻഡ് മോസ്ക് മെയിൻ ആയിട്ട് വിസിറ്റ് ആവും. ഫ്രൈഡേ ദിവസമാണ് നമ്മൾ പോകുന്നത് ജുമാ നിസ്കരിക്കാൻ. അവിടുന്ന് ജുമാ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് പ്ലാൻ ചെയ്യുക. അതിനുശേഷം സിറ്റിയിലൊക്കെ കറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളിവിടെ ഓൾറെഡി 3 മണിക്കൂർ പോയി. അങ്ങനെയാണ് നമ്മൾ IBC കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമ്മളെല്ലാം ഒന്ന് കുളിച്ച് ഒരുങ്ങി. ഇറ്റ്സ് എ നോർമൽ ഹോട്ടൽ. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് തന്നെ നമുക്ക് ഡോഡോ പിസ്സ ഉണ്ടായിരുന്നു. ഡോഡോ പിസ്സ നമുക്ക് ഇവിടെ ദുബായിലും ആ ബ്രാൻഡ് ഉണ്ട്. പക്ഷേ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇറ്റ്സ് റഷ്യൻ ബ്രാൻഡ്സ് അവിടെ നിന്ന് ട്രൈ ചെയ്തു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ഐറ്റംസ് അല്ലേ, സൂപ്പർ ഗുഡ്. അപ്പോൾ എൻ്റെ ഓക്കൊരു ഇതുണ്ട്, ഭക്ഷണവും താമസവും അതേപോലെ വ്യൂവും തണുപ്പും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് എങ്ങനെയൊക്കെയോ പിടിച്ച് തിരിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പള്ളിയിലെത്തിയത് പിന്നെ മൂഡ് ഫുള്ള് പോസിറ്റീവ്. പള്ളിയിലേക്ക് പോകുന്ന തന്നെ വ്യൂ നമുക്ക് നല്ല വ്യൂ ആയിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് unreal. എന്ന് വെച്ചാൽ അതിന്റെ പുറത്ത് എത്തിയപ്പോൾ എന്തോ കവേർഡ് വിത്ത് സ്നോ കംപ്ലീറ്റ്ലി. ബിക്കോസ് സ്നോയിങ് ആയതുകൊണ്ട് ഡോസിന്റെ മുന്നിലെല്ലാം സ്നോ കവേർഡാ, സ്റ്റെപ്പിന്റെ അവിടെയൊക്കെ സ്നോ കവേർഡാ. അതുകൊണ്ട് ബേസ്മെന്റ് എൻട്രൻസ് മാത്രമേ അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എൻട്രൻസസ് എല്ലാം ക്ലോസ്ഡാ, ഫുൾ സ്നോ. ആൻഡ് ദേ ആർ നോട്ട് മൂവിങ് ദ സ്നോ ഓൾസോ. അപ്പോൾ ആ സ്നോ ഇങ്ങനെ പൈലപ്പായിട്ടാണ് ഫുള്ളുള്ളത്. ഓ മൈ ഗോഡ്, അവിടുന്ന് എടുത്ത ഫോട്ടോസൊക്കെ കാണുമ്പോൾ എന്തോ ഗ്രീൻ സ്ക്രീനിൽ എന്തോ മറ്റോ പ്രോപ്പേറ്റം വെച്ച പോലെ തോന്നുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് ബ്യൂട്ടിഫുൾ. അവിടെ നിന്നാണ് നമ്മൾ അകത്ത് പോയി ആ ഒരു നമ്മുടെ അൽഹംദുലില്ലാ നിസ്കാരമൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞു. സോ വാട്ട് ഐ വുഡ് സജസ്റ്റ് ദോസ് ഫോർ പ്ലാനിങ് കസാക്കിസ്ഥാൻ, നിങ്ങൾക്ക് അസ്ഥാനെ പോകണമെങ്കിൽ നിങ്ങൾ 1:15 ജുമാ തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പോയി, നമ്മൾ 12 അവിടെ ഉണ്ട്. കുത്തുബ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അവിടെ പോയിട്ട് വി ഇമേഴ്സ്ഡ് ourselves in that experience. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അഥവാ നിങ്ങൾക്ക് ഗ്രാൻഡ് മോസ്ക് ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആൻഡ് that mosque is a must visit place. ആൻഡ് അസ്താന ക്യാപിറ്റൽ സിറ്റിയാണ് കസാക്കിസ്ഥാൻ്റെ. സോ അതിൻ്റെ വൈബ് അവിടെ ആ സിറ്റിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നമ്മൾ വിൻ്ററിൽ പോയതുകൊണ്ട് എല്ലാം സ്നോവിഷ് രീതിയിൽ വൈറ്റാണ് തീം കംപ്ലീറ്റ് കണ്ടത്. സോ നിങ്ങൾ വേറെ സീസൺസിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ ശരിക്കും വിസ അസ്താനയിലേക്ക് ബുക്ക് ചെയ്യാം. അസ്താനയിലും നമുക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഉണ്ട്. അസ്താനയിലേക്ക് ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ചെയ്ത പോലത്തെ നമ്മൾ അസ്താന തിരിച്ച് അൽമാട്ടിയിലേക്കാണ് ട്രെയിനിന് കേൾക്കുമ്പോൾ എൻ്റെ കളകും. നമ്മുടെ ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്ത് സ്കാറ്റ് എന്ന് പറഞ്ഞ എയർവേസ് ആണ്. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, സ്കാറ്റ് ബുക്ക് ചെയ്യേണ്ട. സ്കാറ്റിലെ ആൾക്കാർ ഇത് ചിലപ്പം മറ്റേതടിക്കും, എന്തായാലും പറയാൻ റിപ്പോർട്ട് അടിച്ചാലും കുഴപ്പമില്ല. ദയവേ അത് ബുക്ക് ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഡേഞ്ചറസ് ഫ്ലൈറ്റ് ആണെന്നായി അറിയപ്പെടുന്നൊരു ഫ്ലൈറ്റാണ്. രണ്ടാമത് 7 മണിക്കത്തെ ഫ്ലൈറ്റ്. സ്കാറ്റ് ജുബി ബുക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഈ സ്കാറ്റ് എന്നുള്ള പേര് കേൾക്കുന്നത്. അപ്പോൾ ജുബിൻ പറഞ്ഞ് നമ്മൾ എക്സ്ട്രാ ലഗേജ് തന്നെ എടുത്തിന് പെർ ടിക്കറ്റിന് 10 കിലോ 20 അല്ല കിലോ 10 അല്ലേ 20 കിലോ ഒരു ടിക്കറ്റിന് 20 കിലോ എടുത്തിന് 60 കിലോസ് ഞങ്ങൾക്ക് കൊണ്ടുപോവാം സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ എന്തോ ഭാഗ്യത്തിന് ഇവളോട് പറഞ്ഞത് എനിക്ക് ഇത് ലഗേജ് ഫ്രീ യാത്രയാണ് വേണ്ടത്, എന്നെ കൊണ്ട് കയ്യില്ല, ബിക്കോസ് ഇതെല്ലാം പിടിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ തലയിൽ ഇത് ഫുള്ള് വേദനയോ അതിനെക്കാട്ടിയും ബെസ്റ്റ് പ്ലീസ് നമുക്ക് ലഗേജ് ഇല്ലാണ്ട് പോവാം. എനിക്ക് ബാക്ക് പാക്സ് മാത്രം എടുത്തിട്ട് പോവാം, ബിക്കോസ് അങ്ങനത്തെ ഒരു യാത്രയാണ് 23 ജസ്റ്റ് ഈ ലഗേജിന്റെ സൈസ് അഥവാ ലഗേജ് ഒറ്റൊന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ അതിന്റെ സൈസ് ബാഗേജ് പോളിസി എന്താന്ന് വേണ്ടിയിട്ട് ഞാൻ സ്കാറ്റ് എയർലൈൻസ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തരോ അവിടെ ഓട്ടോമാറ്റിക്കലി വന്നത് ഡേഞ്ചറസ് എന്നാണ്. അപ്പം ഞാനത് ക്ലിക്ക് ചെയ്ത് സ്വാഭാവികം ഞാനത് ക്ലിക്ക് ചെയ്ത് നോക്കുന്നേരാന്ന് കുറേ ആർട്ടിക്കിൾസ് ആ എയർലൈനിൻ്റെ കുറേ ആർട്ടിക്കിൾസ് ഇങ്ങനെ കാണുന്നത്. ലൈക്ക് ഈ കുറേ ഫ്ലൈറ്റ് ഡിലേസും കുറേ ഫ്ലൈറ്റിൻ്റെ ആക്സിഡൻസും ഇതൊക്കെ ഉണ്ടായ ഒരു ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡ് ഇമേജ് ആ ഫ്ലൈറ്റിന് ഉണ്ട് എന്നുള്ളത് അപ്പാണ് അറിയുന്നത്. അപ്പം അതിനുശേഷമാണ് നമ്മൾ ലഗേജ് ഫ്രീ. പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ വില ഞാൻ പറഞ്ഞുതരാം. 350 dirhams per person ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. സോ ഓൾമോസ്റ്റ് 1050 dirhamsൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു അത്. നമുക്ക് നേരെ മറിച്ച് ട്രെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതി പൈസ വരും, 3 ആൾക്കും കൂടിയിട്ട് വ്യത്യാസമുണ്ട് ട്രെയിനിൽ പോവുകയാണെങ്കിൽ. സോ ഇഫ് യു റെഡി ടു മണിക്കൂറോ അല്ല ഇഫ് യു റെഡി ടു സ്പെൻഡ് ഫ്ലൈറ്റ്, എല്ലാവർക്കും ആ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ റാണിയാ. ഇറ്റ്സ് ലൈക്ക് എവ്രി വൺ cannot spend like you. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു ടേക്ക് ട്രെയിൻ. ബട്ട് ഒറ്റ പ്രശ്നം മാത്രം 16 hours മാക്സിമം ബുക്ക് ചെയ്യാം. 23 കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 23 hours ട്രെയിനിൽ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു 2 week ഹോളിഡേയിലാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇഫ് യു ആർ ഗോയിങ് ജസ്റ്റ് ഫോർ 4 days or 5 days, spending 23 hours 26 hours in a train is not worth it. അപ്പം നേരെ അന്നത്തെ ഇതും കഴിഞ്ഞു, ഡിലേ കഴിഞ്ഞു. 9:30-10 മണിക്ക് ഫ്ലൈറ്റ് പൊങ്ങിയിട്ടുള്ളൂ. 10 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് കയറി അവിടെ എത്തിയത് 11:30-ക്കാണ്, 11:45. അതിനുശേഷം നമ്മൾ അത്ര തീരുമാനിച്ചു നവാത്ത് പോയിട്ട് നല്ലോണം ഭക്ഷണം കഴിക്കാം. നമ്മൾ വേറെ 2-3 സ്ഥലമെല്ലാം പ്ലാൻ ചെയ്തു. എന്താ വെച്ചാൽ നമ്മൾ 7 ആകുമ്പോഴേക്ക് എത്തും. ഇപ്പോൾ 7 എത്തിയിട്ട് ഇവിടെ അല്ല 7 അല്ല 9 ആകുമ്പോൾ എത്തും. 8:45 9 ആകുമ്പോൾ എത്തും. അപ്പോൾ നമുക്ക് ഇന്ന റെസ്റ്റോറൻറ്റ്സ് പോകും. പക്ഷെ നമ്മൾ 11:30 എത്തിയത് കൊണ്ട് നമുക്ക് 12 അവിടെ ക്ലോസ് ചെയ്യും മറ്റുള്ള റെസ്റ്റോറൻറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യുക. അതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും പോകാൻ പറ്റിക്കില്ല. നവാത്തിലാണെങ്കിൽ 2 AM വരെ ഉണ്ട്, 24 hours നവാത്ത് ഉണ്ട്. അതുകൊണ്ട് നവാത്തിൽ പോയി യെസ് അതൊക്കെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സിമ്പിൾ. സോ അത് നമ്മൾ നവാത്തിലേക്ക് പോയി നമ്മൾ നന്നായി ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് ഒറ്റ ഉറക്കം എന്ന് രാവിലെ 5:30 ഒരു 6 മണിക്ക് എണീച്ച് നമ്മൾ 8 മണിക്കത്തെ യാത്രക്ക് നമ്മൾ എല്ലാം റെഡിയായി താഴെ ഇറങ്ങി റാഷിൽ വന്ന് റാഷിൽ അവിടെ ഉണ്ട്. പെട്ടെന്ന് എന്നെ അൻസിൽ വിളിച്ചു പറഞ്ഞ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. നമ്മൾ ഈ അസ്ഥാനന്റെ എല്ലാ ബ്രേക്ക് ഡൗൺ നമ്മളെ ഹാർട്ട് ബ്രേക്ക് ഡൗണിലൊക്കെ ആയിട്ട് വന്ന് നമ്മൾക്ക് വണ്ടിയല്ല വീണ്ടും 8 മണിക്ക് പോകേണ്ട നമ്മൾ നടന്ന് എന്ത് ചെയ്ത് നമ്മൾ നടന്ന് വെറുതെ ഒരു ഗ്രോസറി കയറി നടന്നു പോകുമ്പോൾ ഒരു ഗ്രോസറി കണ്ടൊരു ഗ്രോസറി കയറിയിട്ടാണ് ആ സോബി എന്നിട്ട് എന്തെല്ലോ അപ്ലോഡ് ചെയ്യാനും എല്ലാം ആടെ ഇരുന്ന് ലോബിയിൽ. അപ്പം ഞാൻ പറഞ്ഞ ആൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം, ഇനി ഞാൻ ഇൻഡോർ ഇരിക്കൂല. ഒരു റൂമിൻ്റെ ഉള്ളിൽ കാഫേൻ്റെ ഉള്ളിൽ ഒന്നും എനിക്ക് ഇരിക്കണ്ട, എനിക്ക് പുറത്തുനിന്ന് വെറുതെ നടന്നാലും സാരില്ല, നമുക്ക് വെറുതെ പുറത്തുനിന്ന് നടക്കാം. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോയാൽ നമ്മൾ ഓരോ ഷോപ്പ് കണ്ടേരോ ഒരു ഗ്രോസറി കയറി എനിക്കൊരു വ്യത്യസ്തമായ ഒരു പാക്കിംഗ് ഫീൽ ചെയ്തു. ഒരു വേഫേഴ്സിൻ്റെ ബിസ്ക്കറ്റ്സും അതേപോലെ ചോക്ലേറ്റ്സും കേക്ക്സും
എന്തൊക്കെയോ ഉണ്ട് അവരുടെ കുറേ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ അത് ഗ്രോസറീസിൽ മാത്രമേ ഉള്ളൂ, സൂപ്പർ മാർക്കറ്റ്സിലില്ല, ഹൈപ്പർ മാർക്കറ്റ്സിലില്ല, ഓൺലി ഇൻ ഗ്രോസറീസ്. ആ ഗ്രോസറീസ് ആണ് ഓറഞ്ച് കളർ മംഗാല അങ്ങനെ എന്തോ അതിനെ വിളിക്കുന്നത് അവിടെ. അങ്ങനെ എന്തോ അതിനെ വിളിക്കുന്നത് ബഹാല നമ്മൾ പറയും, അവിടെ എന്തോ ഇതാണ്. അപ്പം അതിൽ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ എന്തായാലും ആ ബിസ്ക്കറ്റ്സും വേഫർ ബിസ്ക്കറ്റ്സ് ചോക്ലേറ്റ്സ് പോയി ട്രൈ ചെയ്യുക. അടിപൊളി. അത് വന്നപ്പോൾ ഒരു സമാധാനം കിട്ടി. പക്ഷെ അപ്പം നമ്മൾ കഴിച്ചില്ല, നമ്മൾ വണ്ടിയിൽ നിന്ന് കഴിച്ചല്ലേ. നല്ല അതിന് ശേഷം നമ്മളെ വണ്ടി 10 മണിയാകുമ്പോഴത്തേക്ക് റെഡിയാക്കി. യെസ്, നേരം നമ്മൾ വിട്ട് എവിടത്തേക്ക് വിട്ടത്? അപ്പത്തേക്കും ദ മെയിൻ തിങ് ഇസ് ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോ അവര് നമുക്ക് വേറെ വണ്ടി അപ്പൊ തന്നെ അറേഞ്ച് ചെയ്താന്ന്. അപ്പൊ തന്നെ വേറെ വണ്ടി അറേഞ്ച് ചെയ്താന്ന്. ബിക്കോസ് ഇത് ഡിലേ ആയാലും പ്രശ്നം എന്താന്ന് വെച്ചാൽ വിന്റേഴ്സ് ആയതുകൊണ്ട് സൺസെറ്റ് നേരത്തെയാ. അപ്പൊ നമുക്ക് ഈ ഡേ ലൈറ്റിലാണല്ലോ ഈ ബ്യൂട്ടി കാണാൻ. സൺസെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണൂല. ദാറ്റ്സ് എ മെയിൻ റീസൺ വൈ വി സ്റ്റാർട്ടഡ് ആ ഡേസ് വെരി ഏർലി ആൻഡ് വി യൂസ് ടു സ്ലീപ് ഏർലി ആസ് വെൽ. ലൈക്ക് ഒരു 8-9 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എണീക്കാം. സോ അന്നത്തെ ദിവസമാണ് നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്ത ഭാഗം ലൈക്ക് കോൾസൈക്ക് മുന്നേ നമ്മൾ എത്തുന്നതിന് മുമ്പാണ് നമ്മൾ ബ്ലാക്ക് കാനിയൻ പോയത് അല്ലേ? ഷാരൻ കാനിയൻ. ഫസ്റ്റ് നമ്മൾ ഷാരൻ കാനിയനാ പോകുന്നത്. യെസ്, ഷാരൻ കാനിയനിൽ പോയിട്ട് ആ വ്യൂ ഒക്കെ നല്ല ആസ്വദിച്ച് നല്ല ഓഫ് റോഡിൽ നെക്സ്റ്റ് ഡേ അല്ലേ വണ്ടി പോവാ? ആ സോവിയറ്റ് വണ്ടി ഓപ്പൺ സീറ്റ് ഉള്ള അത് നെക്സ്റ്റ് ഡേ അല്ലേ പോയി? ഞാൻ ചോദിക്കുന്നത് ആ ദിവസമല്ലല്ലോ. അന്നാ പോയേ, ഓൺ ദ വേ ആ ഷാരൻ കാനിയന് പോയേ. ഉറപ്പാ? എന്റെ ഒരു ഓർമ്മയിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഹോഴ്സാ പോയത്. അപ്പൊ നമ്മൾ ആ ഒരു പണ്ടത്തെ സോവിയറ്റ് വണ്ടിയില് നമ്മള് സത്യം പറഞ്ഞ എന്നോട് ഇരുത്തിയായിരുന്നു. അല്ല 100% എന്ന് വെച്ചാൽ അതിനു വേണ്ടി തന്നെ ഇരുത്തിയത്. കറക്റ്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കറക്റ്റ് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇരുന്നത്. ഷാരൻ കാനിയനിൽ പോയ ഷാരൻ കാൻ ആ റെഡ് കളർ ആണ്, അതുപോലെ ബ്ലാക്ക് കാനിയൻ, 2 കാനിയനും ഉണ്ട്. അത് രണ്ടും എക്സ്പ്ലോർ ചെയ്യുന്ന സമയവും ചില ആൾക്കാർ വന്ന് സമ്മറിലാണ് അടിപൊളി, സ്പ്രിങ്ങിലാണ് അടിപൊളി. ഇപ്പം വിന്റർ അടിപൊളി കുറവൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ആ കാലാവസ്ഥ ഇഷ്ടമായത് കൊണ്ട് നമുക്ക് വിന്റേഴ്സ് ഇഷ്ടം. അതെ. സോ അടിച്ചു പൊളിച്ചു. അവിടെ നമ്മൾ ട്രെക്കിങ്, മറ്റേ വണ്ടി ഓഫ് റോഡിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളി സ്ഥലമാണ്. ഹൈക്കിങ്ങിന് കുറേ സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ ഓഫ് റോഡിങ് ഒക്കെ ആ വണ്ടി പോയി നേരെ കൊണ്ടുപോയി നിർത്തിയത് ലേക്കിന്റെ അവിടെ. അതെന്റെ ഒക്കെ ഭയങ്കര ഇഷ്ടം. ലേക്ക് വാട്ടർ കാംസ് മീ ഡൗൺ. സോ വെള്ളം കണ്ട ഞാൻ അന്നേരം ഷൂവും സോക്സെല്ലാം ഊരിയിട്ട് എനിക്ക് കാലിട്ടു. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ കുഞ്ഞിന്റെ ഒച്ച വെക്കുന്നുണ്ടാ? മൈ നെഫ്യൂ ആണ്. ഓയ് അപ്പോൾ ഓന് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അവനെ ഇരുന്ന് ഇങ്ങനെ കാണാം. അവനെന്തെല്ലോ ഇങ്ങനെ ചോദിക്കണമെന്നുണ്ട്, എന്തെല്ലോ പറയണമെന്നുണ്ട്, എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിവേസ് അവിടുന്ന് നേരെ നമ്മൾ പോയത് റാണിയെ കണ്ടുപിടിച്ച അടുത്ത സ്റ്റേ ആണ് ബ്ലാക്ക് കാനിയൻ പോയി ആടുന്നത്. ബ്ലാക്ക് കാനിയൻ. ബിക്കോസ് അത് നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ലൈക്ക് വി ക്യാൻ ജസ്റ്റ് വ്യൂസ് ആർ വീഡിയോ. തിരിച്ചു വരുമ്പോൾ നമ്മൾ അന്നൊരു റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബിക്കോസ് പക്ഷെ അന്ന് വീഡിയോ എടുത്തേക്കില്ല. തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇല്ലാണ്ട് നമ്മൾ പോയി. യെസ്, പക്ഷെ അവൻ പറഞ്ഞിരുന്നു, റാഷില് പറഞ്ഞിരുന്നു നല്ല റെസ്റ്റോറൻ്റ് ആണ്. റാഷിലല്ലേ? റാഷിൽ പറഞ്ഞിരുന്നു നല്ല റെസ്റ്റോറൻ്റ്. പക്ഷെ എന്നാലും ഞാൻ കണ്ടപ്പോൾ ഒരു ഓക്കെ ലെറ്റ്സ് സീ. പക്ഷേ നല്ല അടിപൊളി സൂപ്പർ ഭക്ഷണമായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയതാണ് നൊമാഡ് ഹോട്ടലിലേക്ക്. കോൾസേ നൊമാഡ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നല്ല യെസ്, കോൾസേ നൊമാഡ്സിൽ നമ്മളെ വണ്ടിക്ക് പോകാൻ പറ്റില്ല. അവിടുന്ന് ട്രക്കിംഗ് വണ്ടി തന്നെ വേണം. എന്ന് വെച്ചാൽ ഓഫ് റോഡിങ് വണ്ടി തന്നെ വേണം. ഓഫ് റോഡ് വണ്ടി അന്ന് വന്ന് നമ്മള് ആ വണ്ടി നമ്മളെ അവിടുന്ന് പിക്ക് ചെയ്ത് ഫുന്ന് പറഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ 25 മിനിറ്റ്സ് യാത്ര ഉണ്ട്. അടിപൊളി. ആ ഒരു ഫീലും കൊണ്ട് ഇവിടെ കുലുക്കി എല്ലാവരും കുലുങ്ങി അവിടെ മുകളിലേക്ക് എത്തി. ഇനി താമസം ശരിയാക്കില്ലാവും പണിയല്ലേ. മുകളിലേക്ക് ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ബട്ട് അഗൈൻ അവിടെ ഉള്ളില് റൂമിലേക്ക് എത്തിയപ്പോ എക്സ്റ്റേണലി അത്ര ഫാൻസി ഒന്നല്ല, നോർമലായിട്ട് ഉണ്ടായ. പക്ഷെ ഉള്ളിലത്തെ റൂംസ് അടിപൊളി. അത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാല് വ്യൂ അപ്പുറത്തെ സൈഡാണ്. താമസിക്കുന്ന ഫേസ് ചെയ്യുന്ന സൈഡിൽ, നമ്മുടെ ബാൽക്കണി സൈഡ്, അവിടെയാണ് വ്യൂ ഉള്ളത്, ഇപ്പുറത്തല്ല. സോ കയറിയപാട് നമ്മൾ ആ റൂമിലേക്ക് കയറി. വാവ്, ലേക്ക് വ്യൂ. പക്ഷെ ഇപ്പം ആ ലേക്ക് ഫുള്ള് ഐസാണ്, ഫ്രോസൺ ലേക്കാണ്.
ആ ലേക്ക് വ്യൂ, ഫ്രോസൺ ലേക്ക് വ്യൂ ആണ് നമുക്ക് രാത്രിത്തെ ഇരുട്ട്. എന്തായാലും രാവിലെ ആയാലും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂസീവ് ആണ്. അത് കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് നല്ല വ്യൂവും കിട്ടി. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ നമ്മൾ ഈ ലേക്ക് കാണാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവിടെ സ്റ്റാഫ് ആരും അണിയിച്ചിട്ടില്ലേനു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡെയിലി എവറി ഡേ വി യൂസ് ടു വേക്ക് അപ്പ് ബൈ 5. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടും അവിടെ ചെറിയ ഹോട്ടൽ, ആകെ ഒരു 5-6 റൂംസ് ആ ഹോട്ടലിലുള്ളൂ. അപ്പോൾ അവിടെ സ്റ്റാഫ്സ് ഒന്നും രാവിലെ നമ്മൾ ഇറങ്ങിയ സമയത്ത് അവിടെ ഇല്ല. ഇപ്പോൾ കോൾസെ റോഡ് ടു ദ ലേക്സ് എന്നുള്ള ബോർഡുണ്ട്, ബട്ട് there is no proper road or a proper route or step ഒന്നും കാണുന്നില്ല. ഐസാണ് ഫുള്ളും ഉള്ളത്. അപ്പോൾ സുബിയോ സിക്രാനും കുറച്ച് പോയി, നമ്മൾ കുറച്ച് നടന്ന്, പിന്നെ ഞാൻ നിർത്തി. എന്താ വെച്ചാൽ എനിക്ക് ഈ സ്ലിപ്പായിട്ട് വീഴുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ മെല്ലെയായി ഐസിൽ പോകുള്ളൂ. സുബിയും സിക്രാനും മറ്റേ നല്ല സ്പീഡ് പോലെ അങ്ങ് കുറച്ച് പകുതി ഹാഫ് വേ എത്തിന്. പക്ഷെ എന്നിട്ട് നമുക്ക് കാണുന്നില്ല ഈ പ്രോപ്പർ ഒരു വേയോ. അപ്പം ഞാൻ വീഡിയോസും ഇതെല്ലാം വ്ളോഗും ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കണ്ട പോലത്തെ സ്റ്റെപ്പോ ആ ഒരു പാത്ത് വേയോ ആ ഒരു പ്രോപ്പർ ട്രെയിലോ ഒന്നും കാണുന്നില്ല. ചോദിക്കാനും ആരുമില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഈ ആരും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റക്ക് പോയിട്ട് വീണിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഹെൽപ്പ് ചെയ്യാനോ ചോദിക്കാനോ ഒന്നും ദിസ് നോ ബഡി, സ്റ്റാഫും ഇല്ല, ആരും ഇല്ല. അപ്പോൾ ആരും ഇല്ലാത്ത ഏർലി മോർണിംഗ് സമയത്ത് പോലെ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് വി ഡിഡ്ന്റ് ഗോ. We came back, we climbed back and അവിടുത്തെ ആക്ച്വലി എളുപ്പമായിരുന്നു പോകാന്. പക്ഷേ ഇവള് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയിക്കില്ല. നമ്മൾ തിരിച്ചു വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നേരെ ചെക്കൗട്ട് ചെയ്തു. നമ്മൾ അതേ ഓഫ് റോഡിങ്ങിൽ നമ്മൾ താഴെ പോയി ഇറങ്ങി നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് നമ്മൾ ചെക്കൗട്ട് എല്ലാം ചെയ്തു. ബിക്കോസ് അവിടെ താമസം നമ്മൾ ഓൾറെഡി നമ്മൾ ഏർലി ആയിട്ട് എത്തിയതുകൊണ്ട് നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ താഴത്തേക്ക് എത്തി. എന്നിട്ടാണ് അടുത്തൊരു ലേക്ക് ഉണ്ട്, ആ ലേക്കിലേക്ക് കേൻഡി ലേക്കിലേക്ക് നമ്മൾ പോയത്. പക്ഷെ ആ കേൻഡി ലേക്കിൽ പോകാനാണ് ഭയങ്കര ടഫ്. എന്ന് വെച്ചാൽ നമ്മളവിടെ വീണ്ടും ഓഫ് റോഡ് സോവിയറ്റ് വണ്ടിയിലേക്ക് കയറി, നല്ല റെഡ് മൊഞ്ചുള്ള വണ്ടി, നല്ല അടിപൊളി റെഡ് മൊഞ്ചുള്ള വണ്ടി നമുക്കായിട്ട് ബുക്ക് ചെയ്ത വണ്ടിയാണ്. എല്ലാം കൂടെ നമുക്കതൊരു 250-300 dirhams ആണെന്ന് തോന്നുന്നു. അത് ആ ഒരു കംപ്ലീറ്റ് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ചിലവേ നമുക്ക് ഒരു ഫാമിലിക്ക്. നമ്മൾ അവിടുന്ന് നേരെ വണ്ടിയിലേക്ക് ഓഫ് റോഡിങ് പോയി വെള്ളത്തിലേക്ക് കൂടെ ഒക്കെ കിടന്ന് അടിപൊളി നല്ല രസകരമായ ഒരു യാത്രയാണ്. വീണ്ടും കുലുങ്ങി സിക്രാന് ഭയങ്കര എൻജോയ്. എനിക്ക് ഇങ്ങനത്തെ ഡ്രൈവ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. യെസ്, അതിലേ ഇങ്ങനെ പോയിട്ട് നമ്മൾ നേരെ എത്തുന്ന ഒരു സ്റ്റേപ്പിളിൽ എത്തുന്ന പോലെ കംപ്ലീറ്റ് കുതിരകൾ മൊത്തം. അപ്പാണ് എൻ്റെ റാണിനെ ഞാൻ ഇങ്ങനെ നോക്കി. റാണി അതുവരെ മനസ്സോട് 50-50 ആയിരുന്നു, കുതിരമ്പിൽ കയറണോ വേണ്ടയോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ എങ്ങനെയല്ലോ പിടിച്ച് നമ്മളോളെ കയറ്റിക്കളഞ്ഞു കുതിരയിൽ. അങ്ങനെ കൺവിൻസ് ചെയ്ത് ഒരാള് കൺവിൻസ് ചെയ്തോണ്ടാണ് ഞാനും അതിൽ ഭയങ്കരമായിട്ട് കൺവിൻസ് എല്ലാം ചെയ്തു. പിന്നെ ഭയങ്കര കോൺഫിഡൻസ് വന്നു, ഒന്നാവൂല, എന്ത് ടെൻഷൻ അടിക്കുന്ന, അങ്ങനെ സ്ലിപ്പ് ആവുന്നില്ല, ഇതില്ല എല്ലാരും കേറുന്നല്ലേ, നിങ്ങൾ കേറുന്നു മറ്റേ അന്ന അങ്ങ് അങ്ങനെ കേറ്റി ഇങ്ങനെ മെല്ലെ കുതിരനെ ഇത് ട്രക്കാ ചെയ്യുന്നത്. കുതിരയാണ് ട്രക്ക് ചെയ്യുന്നത്. കല്ലുമ്മല് പോലത്തെ കല്ലു സ്നോ ഉള്ള സർഫസിലാണ് പോകുന്നത്. സിക്രാന്റെ തലയിൽ ഞാൻ ഇൻസ്റ്റാ 360 ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ക്യാമറ ഓന്റെ തലയിൽ വെച്ചെടുത്ത് ഞാൻ ഐഫോൺ എടുത്തിട്ട് അതിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നു. ഓന്റെ തലം വന്ന് ഞാൻ അതും ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോന്ന് അതിൻ്റെ ഓളം മുഖെല്ലാം കാണും. ഇങ്ങനെ ഒന്നും പറയണ്ട. എന്നിട്ട് കുതിരന്റെ കാല് ഫുൾ ടൈം നോക്കും. കുതിരന്റെ കാല് നോക്കിക്കൊണ്ടും പറയൂ കുതിര താഴെ പോകുന്നത്. ഞാൻ നീ എന്തിനീ കുതിരന്റെ കാല് നോക്കുന്നത്? ഏറ്റവും ബാക്കിലുള്ള കുതിരേനു ആ കുതിരയാണ് ഒച്ചപ്പാട്. ബാക്കിയുള്ള കുതിരകളൊന്നും ഒച്ചപ്പാടാക്കുന്നില്ല. എനിക്ക് പേടിയായിട്ട് ദാറ്റ് കുതിര വാസ് ലിറ്ററലി വൈബ്രേറ്റിംഗ് ത്രൂ ഔട്ട് ദ ജേർണി. ഇറ്റ് വാസ് കുൽമലാക്കലി. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ടെൻഷനാണ്, സ്ലിപ്പാവുന്നുള്ള. എനിക്ക് ഈ വീഴുന്നത് പറ്റൂല, ഈ വീണാലുള്ള വേദനയും. പിന്നെ നമ്മൾ ആ ഫുള്ള് ഈ വെൻ യു ഗോൺ ഫോർ എ ട്രിപ്പ്, അപ്പോൾ കുറേ വാക്കിംഗ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ വീണിട്ടേറ്റ് എനിക്ക് കാലോ ഇതായിട്ട് ഒടിഞ്ഞിട്ട് പിന്നെ ഈ പ്ലാസ്റ്ററിൽ ഇട്ടിട്ടായിരിക്കും തിരിച്ച് ദുബായിൽ വരേണ്ട. എനിക്ക് അത് പറ്റൂല. ആ ഒറ്റൊരു കാരണം കൊണ്ട്, ആ ഒറ്റൊരു പേടി എൻ്റെ മൈൻഡിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ കൂടുതൽ റിസ്ക് ഞാൻ എടുക്കാൻ നിൽക്കാത്തത്. എന്തായാലും ആ ട്രക്ക് ചെയ്തതിന് തന്നെയായിരുന്നു അതൊരു എക്സ്പീരിയൻസ്. ആ ട്രക്ക് ചെയ്ത് ഇറങ്ങി ആടം വരെ എത്തി, നേരെ പോയി അല്ലേ വീണ്ടും ലേക്ക് വ്യൂ നമുക്ക് അവിടെ കിട്ടി. എനിക്കെന്നെ ഉറക്കമൊന്നുമല്ലോ ഈ യാത്രനെ കുറിച്ച് പറഞ്ഞിട്ട്. എന്തായത് കൈൻഡി ലേക്കിലേക്ക് നമ്മൾ പോയി, നമ്മളത് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ഹോഴ്സ്
ഞാൻ കയറിയ ഹോസ്റ്റലിൽ ജുബിനെ കയറ്റി, ജുബിൻ കയറിയ ഹോസ്റ്റലിൽ ഞാൻ കയറി. അന്നേരം എൻ്റെ ഈ സെൻറ്ററിലുണ്ടായ ഹോസ്റ്റ് ജുബി ഫസ്റ്റ് കയറിയ ഹോസ്റ്റ് അങ്ങനെ ഒച്ചപ്പാടാക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് പേടിയാക്കില്ല. അപ്പോൾ മറ്റേ ഞാൻ ഫസ്റ്റ് കയറിയ ഹോസ്റ്റ് എൻ്റെ ബാക്കിലുള്ള ജുബിൻ്റെ അടുത്തുള്ള അതിങ്ങനെ ബുറിന്ന് പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ കുതിരക്ക് എന്തോ പ്രശ്നം. എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചെത്തിയിരിക്കുന്നു. വീണ്ടും ചുവന്ന വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ചുവന്ന വണ്ടി കയറി തിരിച്ച് നമ്മൾ നേരെ പോയ ഫസ്റ്റ് ഫോർച്യൂൺ. നല്ലോണം വിശന്ന് നല്ല ഒരു 1000 calories എങ്കിലും വേണമായി കുതിരൻ്റെ മുകളിൽ കയറി. സത്യം സത്യം അറിയുന്നില്ല. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു ഒരു കുതിര ഓട്ട ഇനി തൊട്ട് കുതിര ഓട്ട ശീലാക്കി മാറ്റും. കുതിര ഓട്ടല നടത്തോ ഓടിയും വേണ്ട, നമ്മൾ നടന്നാ പോയത്. പക്ഷെ ട്രെക്ക് ചെയ്യുന്നതിനെ അതുകൊണ്ടാ. അതിനുശേഷം നമ്മൾ ഈ ഫോർച്യൂണ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവിടുത്തെ ചിക്കൻ ഫ്രൈ വിങ്സ്, ഫ്രൈഡ് ചിക്കൻ വിങ്സ്, ഒരു ബർഗർ ബണ്ണ് എനിക്ക് ഇഷ്ടമായില്ല, പക്ഷെ പാറ്റീസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ കുർദ എന്ന് പറഞ്ഞൊരു മീറ്റ് ഉണ്ട്. സിക്രാന് ബുദ്ധി ഇഷ്ടമായത് വേണ്ടെന്ന് പറഞ്ഞ സാധനം കുർദ അന്നേരം ഓന്ന് ട്രൈ ചെയ്ത് നോക്കി, പിന്നെ ഓൻ തന്നെ അതിന്ന് കുർദയും പിന്നെ നമുക്ക് വേറൊന്നും കൂടി ഇഷ്ടമായിരുന്നല്ലോ, നൂഡിൽസ് പോലത്തെ സാധനം. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലബാഷ് ലഗ്മ ചൗമേന എൻ്റെ പേര് ഒന്നും കൂടി ഞാൻ പറഞ്ഞ ലെഗ് മാൻ ചൗമേൻ. അടിപൊളി ലെഗ് മാൻ ചൗമേനാണ്, സൂപ്പർ. അതും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ നല്ല ഭക്ഷണം ആ ഏരിയയിലും ഉണ്ട്. അതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് പിടിച്ച് ഇതൊരു 350-400 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. തിരിച്ചെത്താൻ ഒരു 5 മണിക്കൂർ എന്തായാലും പിടിക്കും. അപ്പോൾ 5 മണിക്കൂർ ഡ്രൈവിംഗ് കണ്ട ഇപ്പോൾ ഒരിക്കലും ഒരു സാധനത്തിൻ്റെ മുകളിൽ എൻ്റെ കാര്യത്തിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓളെ കാര്യമാണെങ്കിൽ കൂടി ഒന്നും ചെയ്യൂല, കറക്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യും. അപ്പം അത് കഴിഞ്ഞ പാട് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വിട്ട് നമ്മൾ സിറ്റി ടൂറിലേക്ക് നേരെ സിറ്റിയിലേക്ക് പോയി ഷോപ്പിംഗ് തീർക്കാനുള്ള ആൾക്കാരെല്ലാം തീർച്ചയായിട്ടും LC വൈക്കിക്കിയിൽ അടിപൊളി റേറ്റിനാണല്ലോ. ബാക്കിയെല്ലാം ഭയങ്കര ഓഫറിലുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഏകദേശം സെയിം ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ദുബായിൽ ഈ ഓഫേഴ്സ് സെയിൽസ് എല്ലാം വരുന്നേരുള്ള പ്രൈസിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മള് ഇത്രയും മെനക്കെട്ട് പാക്ക് ചെയ്തിട്ട് ആടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മാത്രം വേർത്തല്ല. ബട്ട് LC വൈക്കിക്ക് LC വൈക്കിക്ക് ദുബായിന്റെ പകുതിയുള്ളൂ. അത് പിന്നെ സെൻട്രൽ ഏഷ്യൻ കൺട്രി ആണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പൊ പുറത്ത് പോയടത്തല്ലോ LC വൈക്കിക്ക് വാസ് ചീപ്പർ ദാൻ ദുബായ്. യെസ്, അപ്പോൾ LC വൈക്കിക്ക് വേർത്ത് തന്നെയായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ അന്ന് വീണ്ടും നമുക്കൊരു പോകേണ്ട ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റ് സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ അന്ന് പോകാൻ പറ്റിയില്ല. വീണ്ടും സിക്രാന് ഭയങ്കരമായിട്ട് വിശക്കുന്നു, എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. ദുറൂം വേണമെന്ന് പറഞ്ഞു. സിക്രാൻ പറഞ്ഞു ഓനക്ക് ആ ദുറു ഫസ്റ്റ് ഡേ തിന്ന ദുറൂമും വീണ്ടും ഡെഗ്രിമ എന്ന ചായയും കുടിച്ച് നമ്മൾ ആ ദിവസം അങ്ങ് കലാശക്കോട്ടയാക്കി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആണ്. അന്നാണ് നമ്മൾ നമ്മൾ റാഹത്ത് ചോക്ലേറ്റ് ഫാക്ടറി പോയിട്ട് കംപ്ലീറ്റ് ചോക്ലേറ്റ്സ് വാങ്ങി. അത് അടിപൊളി തന്നെയായിരുന്നു. റാഹത്ത് ചോക്ലേറ്റ് ഫാക്ടറി പോയിട്ട് നല്ല കസാഖ് അവിടെ തന്നെ ഉണ്ടാക്കുന്ന അവിടെ തന്നെ ഗ്രീൻ ബസാറിൽ പോയിട്ട് സൂനിയേഴ്സ് വാങ്ങി, റാഹത്ത് ചോക്ലേറ്റ് ഫാക്ടറി പോയി ചോക്ലേറ്റ് വാങ്ങി. ആ കവറിൽ അത് ഉണ്ടായിട്ടില്ലേ വോളറ്റ്? അമ്മട്ടിന്. അപ്പോൾ എല്ലാവർക്കും ഉമ്മാക്കെല്ലാം ഗിഫ്റ്റ് വാങ്ങി, എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങി. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേക്ക് മുന്നേ നമ്മളിപ്പോൾ എന്തായി ചോക്ലേറ്റ് ഫാക്ടറി 350 dirhams വേർത്തായിട്ടുള്ള അടിപൊളി എല്ലാവർക്കും ഗിഫ്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കാൻ പറ്റിയ ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങി നമ്മൾ അന്നത്തെ ദിവസം രാത്രി തന്നെ പോയി താമസിച്ചത്. ആരും മിസ്സാക്കരുത്. ഒരു ദിവസമെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ അവിടെ നിൽക്കണം. ഹോട്ടൽ കസാക്കിസ്ഥാൻ ഒരു ദിവസം തന്നെ നിൽക്കണം. And it's better if your last day is like a more relaxed day where you don't have to go for long drives and stuff. അങ്ങനത്തെ ദിവസം ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, സോ ദാറ്റ് യു ക്യാൻ എൻജോയ് ദ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ്. ഓ മൈ ഗോഡ്, വാട്ട് എ സ്പ്രെഡ്. എന്ന് വെച്ചാൽ ക്വാളിറ്റി സ്റ്റഫ് ആസ് വെൽ, ലൈക്ക് തായ് ചിക്കൻ കറി, സ്റ്റിക്കി റൈസ്, നൂഡിൽസ്, എന്തെല്ലാം ബൊറേക്ക്, ടർക്കിഷ് ബൊറേക്ക്, ടർക്കിഷ് കുസീൻ ഉണ്ട്. അടിപൊളിയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രെഡ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീറ്റ് കട്ട്സ്, ചീസ്. അടിപൊളിയായിരുന്നു. വളരെ ഫ്ലേവർ പാക്ഡ് ആൻഡ് സച്ച് എ വൈഡ് സ്പ്രെഡ്. 353 dirhams ആണ് ഞാനന്ന് റൂമിന് സ്പെൻഡ് ചെയ്തത് ഫോർ വൺ റൂം ഫോർ ദാറ്റ് വൺ നൈറ്റ്. And it's worth it. 2 bedrooms. 2 bedroom. One room ആണ്, പക്ഷെ 2 bedrooms ആണ്. റൂമാ ബുക്ക് ചെയ്തത്, പക്ഷെ നമുക്ക് 2 bedrooms ഉള്ള റൂമാ കിട്ടിയത്. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. 50,000 ടെങ്കയാണ്. എന്നിട്ട് അവിടെ ആടുള്ള റൂംസ് എല്ലാം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോ ഹോളിഡേയിൽ നിന്നല്ലേ,
അങ്ങനെയല്ല ആ ഹോട്ടലിൽ. സോ അവിടുന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ബാഗ് ലഗേജ് അവിടെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ നേരെ ഇറങ്ങിപ്പോയത് കൊപ്തൊബെ എന്ന് വെച്ചാൽ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. സോ അതുകൊണ്ട് ഞാൻ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണല്ലോ കസാഖ് നേരെ ബാക്കിൽ നടക്കുമ്പോഴേക്കും കൊപ്തൊബെ എത്തി. നമ്മള് അവിടുന്ന് എന്റെ കേബിൾ കാർ എടുത്തിട്ട് സിറ്റി കണ്ടോ? കേബിൾ കാർ എടുത്തിട്ട് കൊക്തോബിന്റെ മേലെ എത്തി. അവിടുന്ന് വി ക്യാൻ സീ ദ എൻറ്റയർ ഏരിയൽ സിറ്റി വ്യൂ. അത് മാത്രമല്ല കൊപ്തോബെ അവിടെ മുകളിൽ കേബിളിൽ കയറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ചെറിയ സൂ, ജയന്റ് വീൽ ഉണ്ടായിരുന്നു, റോളർ കോസ്റ്റേഴ്സ്. പക്ഷെ അത് വിന്റേഴ്സിന് ക്ലോസ്ഡ് ആ, ക്ലൈമറ്റ് വെച്ച് നോക്കിയിട്ടാണ്. അപ്പൊ റൈഡ്സ് വെർ നോട്ട് വർക്കിംഗ്. പിന്നെ അതിന് എത്രയും നമ്മളന്ന് എത്ര ടെങ്കേനും അതിന് കൊപ്തോബെ ഒരു അഡൾട്ടിന് 6,000 ടെങ്കയാണ്. ആൻഡ് കിഡ്സ് 3,000 ടെങ്കെ. ബിലോ 10 കിഡ്സിന്. എബൌട്ട് 10 ആണെങ്കിൽ അഡൾട്ടായിട്ട് തന്നെ അവർ കരുതുന്നു. അപ്പോൾ 6,000 ടെങ്കയാണ് ഒരു പേഴ്സണ്. 6,000 ടെങ്ക എന്ന് പറയുമ്പോൾ എത്രയാണെന്നറിയുമോ? 42 dirhams. കുഴപ്പമില്ല, ആ കേബിൾ കാറിൻ്റെ ആ ഒരു പൈസയാണ്. അപ്പം നമ്മളത് ഇത് 8th ഡേ ആയിരുന്നു. ബിക്കോസ് നമ്മൾ വെറുതെ ഒരു 2 ദിവസം നമ്മൾ ആസ്ഥാനയിലേക്ക് നമ്മൾ പോയി. സോ ആസ്ഥാനയിലേക്ക് നമ്മൾ പോയി. വൺസ് അഗൈൻ റിമൈൻഡിങ് യു, ആസ്ഥാനയിലേക്ക് ട്രെയിനിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, ഫ്ലെക്സി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും ആസ്ഥാനയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു. പക്ഷേ പൊട്ടിട്ടു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ലേറ്റർ ആണ് നമ്മൾ ഐറ്റിനറിയിൽ ആഡ് ചെയ്തത്. ദാറ്റ്സ് എ തിങ്. നമ്മൾ അൽമാട്ടി മാത്രമാണ് ആദ്യം വിചാരിച്ചത്. അതെ, പക്ഷേ അസ്താന ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്, എസ്പെഷ്യലി ഫോർ ദ ഗ്രാൻഡ് മോസ്ക്. സോ എല്ലാം കൂടെ കഴിഞ്ഞാണ് നമ്മൾ ഏറ്റവും എനിക്കത് ഒരു കബാബ് കഴിക്കേണ്ട ഒരു സ്ഥലം നമ്മുടെ ഹിഷാം ഭായ് പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടു, ശ്രദ്ധിച്ചു. അതുകൊണ്ട് ആ സ്ഥലത്ത് പോകാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തത്, ആ സ്ഥലത്തിൻ്റെ പേരാണ് ദരേജാനി എന്ന ഭാഷ. ഇംഗ്ലീഷിലാണ് അത് അവൈലബിൾ ഉള്ളൂ. പക്ഷേ അവരുടെ ജോർജിയൻ ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്താ വായിക്കുന്നത് സത്യം പറഞ്ഞാലും, പക്ഷേ ദരേജാനിയാണ് ഓൺലൈനിൽ. ദരേജാനി ഈസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഈ സ്ഥലം, ഈ റെസ്റ്റോറൻറ്റ് ആസ്ഥാനയിലും ഉണ്ട്. ആസ്ഥാനയിലും ഉണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കണം, അവിടെ നിന്ന് കഴിക്കാം. പക്ഷേ ഐ തിങ്ക് അൽമാട്ടി ഈസ് മച്ച് ബെറ്റർ. നമ്മൾ അവിടെ പോയിട്ട് അവരുടെ മട്ടൻ ലുലെ കബാബ്, ചിക്കൻ, ബീഫ് ഓർഡർ ചെയ്തു. അതേപോലെ തന്നെ അവരുടെ കിങ്കാലി ചീസ് ആൻഡ് സ്പിനച്ചിൻ്റെ കിങ്കാലി എന്ന് വെച്ചാൽ നമ്മൾ ജോർജിയയിൽ പോയ സമയത്ത് ജോർജിയ വാസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പോപ്പുലർ ആയ സ്ഥലമല്ല. അപ്പോൾ ആ സമയത്ത് വി ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് ദ പ്ലേസ്. നമ്മൾ ജസ്റ്റ് ന്യൂലി മാരിഡ് പീപ്പിൾ ഒരു ട്രിപ്പ് പോയി വന്നതേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ കിങ്കാലി, കച്ചാപ്പൂരി അതൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അന്നേരേ എനിക്കുണ്ടാകുക. കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ എല്ലാവരും ജോർജിയയിൽ പോയില്ലേ, എനിക്കൊന്ന് പകുതിയോളം ദുബായ് ജോർജിയയിൽ പോയി കഴിഞ്ഞു. അപ്പം എല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഈ കിങ്കാലിയും കച്ചാപ്പൂരി, വിച്ച് ഐ ഡിഡ്ന്റ് ഹാവ്. സോ എനിക്ക് ആ ഒരു ഫോമോ ഉണ്ടായിരുന്നു. ആ ഫോമോ ഞാൻ ഇവിടെ തീർത്തു. അടിപൊളി, സൂപ്പർ, ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഡു നോട്ട് മിസ് ദരേജാനി റെസ്റ്റോറന്റ് ഇൻ അൽമാട്ടി. ഇറ്റ്സ് വർത്ത് ഇറ്റ്. The vibe is also nice, the ambience, the food and everything was exquisite. അതിനുശേഷം അത് കഴിച്ച് കഴിഞ്ഞ പാട് നമ്മൾ ശരിക്കും വേറൊരു സ്ഥലത്തും കൂടി പോയിരുന്നു. റാണി, അതിന്റെ പേരെന്തേനും ഒരു പാനിക് ക്ലോവ് ഒന്നല്ല, അതിനൊരു കെ വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഞാനിപ്പോൾ പറഞ്ഞുതരാം. വെയിറ്റ് യു ഗൈസ്. കുളിക്കോവ്, അവിടെ തന്നെ കുളിക്കോവ് എന്ന് പറഞ്ഞ ഒരു പേസ്ട്രി ഷോപ്പ് ഉണ്ട്, നല്ല അടിപൊളി. അതിന്റെ ഏത് ഡിഷായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നമുക്ക് ആ ട്രിപ്പിൾ ചോക്ലേറ്റ് ഉള്ള. അതെ, അതിന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എല്ലാം ഇവർ ഈ കസാക്ക് ലാംഗ്വേജ് അത്രക്കു ഷുഗറിന്റെ ഫാൻസ് അല്ല. യെസ്. സോ നമുക്ക് അതില് പിന്നെ ചോക്ലേറ്റ് ഐറ്റംസ് ആണ് നമുക്ക് രണ്ടാക്കും അവര് ഇഷ്ടാവാൻ. അപ്പൊ നമുക്ക് രണ്ടാക്കും ഇഷ്ടമായത് അത് തന്നെയാണ്. അടിപൊളി, സൂപ്പർ സാധനം. അതും കൂടി കഴിച്ച് നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞു. നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. വെച്ചാൽ ഈ സിറ്റിയിലൊക്കെ നടക്കുമ്പോൾ നല്ല വൃത്തിയുള്ളൊരു സിറ്റിയാണ്. വെരി ക്ലീൻ ആൻഡ് വെരി പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ഓൾസോ. ബിക്കോസ് രണ്ട് ഭാഗത്തും പെഡസ്ട്രിയന്റെ വേറെ തന്നെ വാക്കിംഗ് ലെയിൻസ് ഉണ്ട്, സൈക്കിൾ ലെയിൻസ് ഉണ്ട്, സീബ്ര ക്രോസിംഗ്, ആൻഡ് ദ റൂൾസ് ആർ ഓൾസോ പ്രിറ്റി മച്ച് ഫോളോഡ് എവ്രിവെയർ. അതുകൊണ്ട് നമുക്ക് അത്ര ആ ഒരു റാഷ് ഡ്രൈവിംഗ് സീനോ അല്ലെങ്കിൽ സ്ട്രീറ്റ് സെക്യൂരിറ്റി ഉണ്ട്. എക്സാക്ട്ലി. അതേപോലെ തന്നെ
നമ്മളെ കൂടെ ഉണ്ടായ രണ്ടുപേരും റാഷിലും അൻസിലും അടിപൊളിയായിട്ട് നമ്മളെ നോക്കിയിരുന്നു, കൈകാര്യം ചെയ്തിരുന്നു. They made everything very easy for us. Thank you so much. And again, ഞാനൊരു സോളോ ട്രിപ്പ് ആളല്ല, ഇവരൊക്കെ കൂടി നമ്മളെ ചീത്തയാക്കി. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് സോ വാമിങ്, കംഫർട്ടബിൾ, അതേപോലെ ഒരു സേഫ്റ്റി ഒക്കെ ഉള്ള പോലെയാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്നൊക്കെ ഓൾറെഡി നമുക്കൊരു ലാംഗ്വേജ് അറിയുന്ന ഒരാൾ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ ആയിക്കോട്ടെ, നമ്മൾ ബസാറിൽ ഷോപ്പിങ്ങിന് പോയാൽ ആയിക്കോട്ടെ, നമുക്ക് എന്താ ആവശ്യമുള്ള നമ്മൾ ഇവരോട് പറഞ്ഞാൽ മതി. അവരെ കസാഖ് ലാംഗ്വേജിൽ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ മെഹനത്തില്ല. സോ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ കസാഖിസ്ഥാനിൽ പോകുന്നുണ്ടെങ്കിൽ തലസ്ഥാനമായ അസ്താനയിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നേരെ ഫ്ലൈറ്റ് പിടിക്കുക, അല്ലെങ്കിൽ ട്രെയിൻ യാത്ര നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്താൽ ഒരു 5 ഡേയ്സിൻ്റെ നല്ലൊരു ഐറ്റിനറി ഞങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മളെ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. എന്നാലും ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. ഗ്രാൻഡ് മോസ്ക് ഇൻ അസ്താന ആൻഡ് ദ സിറ്റി ടൂർ 1 ഡേ. അന്ന് രാത്രി ഫ്ലൈറ്റ് പിടിച്ചാൽ നിങ്ങൾ രാത്രി 1.5 മണിക്കൂറിൻ്റെ യാത്രയാണ് ഫ്ലൈറ്റിലാണെങ്കിൽ. അന്ന് രാത്രി തിരിച്ചെത്തിയാൽ നിങ്ങൾക്ക് അൽമാട്ടിയിൽ ഒരു ഫുൾ ഡേ വീണ്ടും തിരിച്ചു കിട്ടും. അന്ന് രാവിലെ നിങ്ങൾക്ക് ഷിംബുലാക്കിലേക്ക് പോവാം. ഷിംബുലാക്ക് ഒരു ഡേ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്ന് നിങ്ങൾക്ക് അടുത്ത ദിവസം കോൾസയിലേക്ക് പോവാം. കോൾസെ നിങ്ങൾക്ക് 2 ദിവസം സ്പെൻഡ് ചെയ്യണം, അഥവാ നിങ്ങൾ നൊമാഡിലേക്ക് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ. സോ ആ ഒരു നൊമാഡ് ഹോട്ടലിലേക്ക് സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം വീണ്ടും കാൻഡിയിലേക്കൊക്കെ വിസിറ്റ് ചെയ്ത് തിരിച്ച് വന്ന് ശരിക്കും നിങ്ങൾക്ക് അൽമാട്ടിയിലെ നമ്മൾ പറഞ്ഞ ആ ഒരു ക്യാബിൻ സ്റ്റേ അടിച്ച് പൊളിച്ച് ഒരു റിലാക്സ് ചെയ്ത്, നെറ്റ്വർക്കും ഇല്ല, ഒന്നുമില്ല ഇവിടെ ഒന്നും, നോ നെറ്റ്വർക്ക്. നൊമാഡിൻ്റെ സ്ഥലത്തും ഇല്ല, അതേപോലെ ഇവിടെ ഇല്ല, നെറ്റൊന്നും ഇല്ലാതെ. ആ വൈഫൈ കുറച്ച് റേഞ്ച് കുറവായിരുന്നു. പക്ഷേ രണ്ടിടത്തും എനിക്ക് നെറ്റ് ഇല്ലാത്ത തന്നെയാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തൊരു സാധനം. എന്ന് വെച്ചാൽ പണിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട, ഒന്നും ശ്രദ്ധിക്കേണ്ട, ഭയങ്കര റിലാക്സ് ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത നിമിഷങ്ങളായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരു ദിവസം കംപ്ലീറ്റ് ഷോപ്പിങ്ങിനും ഒരു ദിവസം അൽമാട്ടിയിൽ കംപ്ലീറ്റ് റിലാക്സ് ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നല്ലൊരു 5 ഡേയ്സ് ഐറ്റിനറി ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും പറ്റും. ആൻഡ് വി എൻജോയ്ഡ് എ ലോട്ട്. വിൻ്ററാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത്. ബിക്കോസ് ഞാൻ കേട്ടിട്ടുണ്ട് ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ് അവിടെ, 35 ഡിഗ്രീസിലൊക്കെ പോകാറുണ്ട്. ആൾക്കാർക്ക് യെസ്, കൂടുതലും വിന്റേഴ്സ്. അപ്പം ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അതേപോലെ നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നന്നായിട്ട് ഷെയർ ചെയ്ത് വ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറേ കൂടെ യാത്ര ചെയ്യും ഇതേപോലെ വീഡിയോസിലും, അല്ലേ? അടുത്തവിടെ പോന്ന് പോനായിരുന്നു. എനിക്ക് തന്നെ പണി, വെറുതെ ചെയ്ത് ഒരു പണിയും ഇല്ല. അത് പോയ നീ വെറുതെ എന്തെങ്കിലും പറയില്ല. അങ്ങനെ വിട്ട് വെറുതെ അങ്ങ് കരവര. Stay tuned for more such videos.